ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. ഇന്ത്യയിൽ GST നിയമം വന്നിട്ട് 7 വർഷം കഴിഞ്ഞു. 7 വർഷം കഴിഞ്ഞതിന് ശേഷവും ഇപ്പോഴും കുറച്ച് നൂലാമാലകൾ നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ട്. നമുക്കറിയാം 54 GST കൗൺസിൽ മീറ്റിംഗ് കഴിഞ്ഞു. 1000-ലധികം നോട്ടിഫിക്കേഷൻസും സർക്കുലറുകളും പുറത്തു വന്നു. വ്യാപാരി വ്യവസായി മേഖലയിൽ തുടക്കത്തിൽ പഠിച്ചെടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഇനീഷ്യൽ പീരീഡ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് സ്ട്രീം ലൈനായി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന എബ്രാഹിം റൻസാറിനോടാണ് ആദ്യമായിട്ട് GSTയെക്കുറിച്ച് റെലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്താണെന്നും അതിനെക്കുറിച്ചൊന്ന് ബ്രീഫപ്പ് ചെയ്യുവാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. താങ്ക് യു. നമ്മുടെ മോഡറേറ്റർ പറഞ്ഞതുപോലെ ധാരാളം പ്രശ്നങ്ങൾ തുടക്കകാലത്തുണ്ടായിരുന്നു. ഇതിൻ്റെ സോഫ്റ്റ്വെയർ സംബന്ധിച്ചും പുതിയ നിയമം ആയതുകൊണ്ട് അത് പഠിച്ചെടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും വ്യാപാര മേഖല അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഇപ്പോൾ ഏതാണ്ട് ഒന്ന് സ്റ്റേബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടാമത്തെ ഒരു ഘട്ടത്തിലേക്ക് GST നിയമം തന്നെ കടക്കാൻ പോവുകയാണ്. ടെക്നോളജി കേന്ദ്രീകൃതമായ ജീവിതം വ്യാപാരികൾക്ക് കുറച്ചുകൂടി എളുപ്പമാക്കുന്ന തരത്തിലുള്ള ധാരാളം മാറ്റങ്ങൾ അതിനെ വരവേൽക്കുന്നതിൻ്റെ ഒരു വക്കിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വരാൻ പോകുന്നത്, നമ്മൾ ബില്ലുകൾ മുഴുവൻ GST സംവിധാനത്തിലൂടെ തന്നെ കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഏതാണ്ട് ഇപ്പോൾ എത്തും. അതിനുവേണ്ടി വലിയ ശക്തമായ ശ്രമം കേരളം ആണ് നടത്തുന്നത്. B2C ഇൻവോയ്സിംഗ് എന്ന് നമ്മൾ പറയും. നമ്മൾ പലപ്പോഴും ചുറ്റും നടക്കുമ്പോൾ പല പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ, ബില്ല് വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന സർക്കാരിൻ്റെ പരസ്യങ്ങളൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇനി GST സംവിധാനത്തിലൂടെ തന്നെ സോഫ്റ്റ്വെയർ ബില്ലടിക്കുമ്പോൾ അത് GSTയിൽ അപ്പം തന്നെ അതിൻ്റെ ഒരു രേഖപ്പെടുത്തൽ വരുത്തുന്ന വിധത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് മാറുന്നതിൻ്റെ വക്കിലാണ് നമ്മൾ. ഇതുകൂടാതെ ഇതിനകത്ത് ധാരാളമായി ഉണ്ടായിരുന്ന നിയമപരമായ പല ചെറിയ ചെറിയ അപാകങ്ങളും അതും അയൺ ഔട്ട് ചെയ്ത് ഇപ്പോൾ ഏതാണ്ട് ഒരു പ്രശ്നമില്ലാത്തൊരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. റിട്ടേൺ ഫയലിങ്ങും വളരെ എളുപ്പമാക്കുന്ന വിധത്തിലുള്ള ഒരു ഇൻവോയ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഒക്കെ വരുന്നതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ GST നിയമത്തെ സംബന്ധിച്ച് വളരെ ശോഭനമായതും പ്രതീക്ഷ നിർഭരവുമാണ് എന്നാണ് കരുതുന്നത്. താങ്ക് യു സർ. ഇനിയും ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്ഥാണു സാറ് ഇപ്പോൾ റെലവൻ്റ് ആയിട്ട് വന്ന മാറ്റങ്ങൾ, അതുപോലെ ഡയറക്റ്റ് ടാക്സിൽ തന്നെ നമുക്കറിയാം സാലറി ക്ലാസ്സിന് ഡയറക്റ്റ് 2 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഓൾഡ് റിജീമും ഉണ്ട്, ന്യൂ റിജീമും ഉണ്ട്. അപ്പോൾ പലരും ന്യൂ സ്ലാബിലോട്ട് അല്ലെങ്കിൽ ന്യൂ റിജീമിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. എങ്കിലും ചുരുക്കം പേര് പഴയതിൽ തന്നെ ഡിഡക്ഷൻസ് എല്ലാം അവെയിൽ ചെയ്തുകൊണ്ടാണ് റിട്ടേൺസ് എല്ലാം ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ഇൻകം ടാക്സിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബ്രീഫപ്പ് ചെയ്യുവാനായിട്ടും സ്ഥാണു സാറിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. പൊതുവേ നമ്മൾ ഇൻകം ടാക്സിനെ കുറിച്ച് പറയുമ്പം ഇപ്പം നിലവിലുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, മിഡിൽ ക്ലാസ് ജനറലി തിങ്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ടാക്സ് ബേർഡൻ, അതായത് നമ്മളെ ഇത് ഇന്ത്യയിൽ ടാക്സ് ബേർഡൻ വളരെ കൂടുതലാണെന്നാണ് എല്ലാവരുടെയും ഒരു ധാരണ. അപ്പോൾ ഈ ഇടയ്ക്ക് നമ്മൾ ഫൈനാൻസ് മിനിസ്റ്ററിനോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുകയുണ്ടായി. നമ്മുടെ ബിസിനസ് ലൈൻ വന്നതാണ്. അപ്പം നമ്മളെ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മലാ സീതാരാമൻ ചോദിച്ച ചോദ്യം എന്താണ്, ഈ ബഡ്ജറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് മിഡിൽ ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും പ്രതികരണം കിട്ടിയോ? ഓക്കെ, അതാണ് ചോദ്യം. അതായത് വാട്ട് ഫീഡ്ബാക്ക് ആർ യു ഗെറ്റിംഗ് ഫ്രം ദ ഇന്ത്യൻ മിഡിൽ ക്ലാസ്? അപ്പോൾ അതിനൊരു ഉത്തരം പറഞ്ഞതെന്ന് വെച്ചാൽ, മിഡിൽ ക്ലാസ് അവരോട് പറഞ്ഞെന്ന്, വി ആർ പേയിങ് ടു മച്ച് ഓഫ് ടാക്സ്, ഗിവ് അസ് അവർ മണി ബാക്ക്. ദ സെൻസ്, നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ കൂടുതൽ ടാക്സ് മേടിക്കുന്നു, റൈറ്റ്? ഇത്രയും മേടിക്കാൻ പാടില്ല. അപ്പം നിങ്ങൾ അങ്ങനെ മേടിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ തിരിച്ച് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പേ ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, അപ്പോൾ എന്നാണ് അവർ പറയുന്നത്. അത് നിർമ്മലാ സീതാരാമൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ജനറലി ഒരു പോപ്പുലർ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ, ഇന്ത്യയിൽ നമ്മളുടെ നികുതി ഭാരം വളരെ കൂടുതലാണ്. പൊതുവേ നമ്മൾ മറ്റു രാജ്യങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നികുതി ഭാരം കൂടുതലാണ് എന്നുള്ളൊരു ആശങ്ക ഉണ്ട്. പക്ഷെ നമ്മൾ ഡേറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇന്ത്യയെ നമ്മൾ മറ്റു രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളെ ഈ ടാക്സ് ടു GDP റേഷ്യോ, അതായത് നമ്മളെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ഗവൺമെൻറ് എത്ര രൂപ ടാക്സ് ആയിട്ട് എടുക്കുന്നു എന്ന് ആ ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ
നമ്മളെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഡേറ്റ അനുസരിച്ച് നമ്മളെ ടാക്സ് ടു ജി ഡി പി റേഷ്യോ എന്ന് പറയുന്നത് 11.7%. അതായത് നമ്മുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ഗവൺമെൻറ് ടാക്സ് ആയിട്ട് എടുക്കുന്നത് വെറും 11%. നമ്മളിത് മറ്റ് രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ, അതായത് നമ്മൾ പറയുന്ന ഈ വലിയ വലിയ സമ്പന്ന രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആവറേജ് ഫിഗർ എന്ന് പറയുന്നത് 34%. അതായത് ആ രാജ്യങ്ങളിൽ ഗവൺമെൻറ് 34% ഓഫ് ഇൻകം ഗവൺമെൻറ് നമ്മളെ കയ്യിൽ നിന്ന് ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് 100 രൂപ കിട്ടിയാൽ 34 രൂപ ഗവൺമെൻറ്റിന് കൊടുക്കണം. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു UK നോക്കിക്കഴിഞ്ഞാൽ ഈ ഫിഗർ 35%, 35%. സ്വീഡനിൽ 41%, കാനഡയിൽ 33%, ഫ്രാൻസിൽ 46%, ഓക്കെ, അയർലാൻഡിൽ 20%, സ്വീഡനിൽ 41%, 41.3%, അമേരിക്കയിൽ 27%. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമ്മൾ പൊതുവേ ടാക്സ് ബേർഡൻ, അതായത് നമ്മൾ ഇത് ടാക്സ് നമ്മൾ എത്ര കൊടുക്കുന്നുള്ളതിൻ്റെ ആ മറ്റേ ടാക്സ് ബേർഡൻ വളരെ കുറവാണ്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ചോദ്യം ചോദിക്കാം, നമ്മളൊരു ടാക്സ് പെയർ നിലയ്ക്ക് നമുക്കൊരു ചോദ്യം ചോദിക്കാം, ആരാണ് ഇവിടെ ടാക്സ് പേ ചെയ്യുന്നത്? ഓക്കെ, കണക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ടാക്സ് പേ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ സമൂഹത്തിൽ നമ്മളെ പോപ്പുലേഷനിൽ ഒരു ചെറിയ പെർസെൻറ്റേജ് ആൾക്കാരേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ ലേറ്റസ്റ്റ് ഡേറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കോർപ്പറേറ്റുകൾ കൂടുതൽ ടാക്സ് പേ ചെയ്യുന്നില്ല. ഇപ്പോൾ കോർപ്പറേറ്റ് ഇൻകം ടാക്സിൻ്റെ ഷെയർ ടോട്ടൽ ഇൻകം ടാക്സിൻ്റെ ഷെയറിൽ, ടോട്ടൽ ഡയറക്റ്റ് ടാക്സിൻ്റെ ഷെയറിൽ വളരെ കുറവായിരിക്കുന്നത്. കാരണം നമ്മൾ 2019 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ടാക്സ് റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അപ്പം അതിനുശേഷം കോർപ്പറേറ്റുകളുടെ ഷെയർ കുറയുന്നുണ്ട്. അതേസമയം നമ്മൾ മിഡിൽ ക്ലാസ് കൊടുക്കുന്ന ഷെയർ കൂടുന്നു. ഇതൊരു വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള പാറ്റേൺ ആണ്. പൊതുവേ നമ്മൾ പറയുന്നത് കോർപ്പറേറ്റിലാണ് കൂടുതൽ പേ ചെയ്യേണ്ടത്, നമ്മളാണ് കുറച്ച് പേ ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പം നടക്കുന്നത് മിഡിൽ ക്ലാസ് ആണ് കൂടുതൽ പേ ചെയ്യുന്നത്, കോർപ്പറേറ്റിൽ കുറച്ച് പേ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പ്രവണത ഉണ്ട്. രണ്ടാമത് നമ്മളെ ലേറ്റസ്റ്റ് ഡേറ്റ വെച്ച് പറയുകയാണ്, ഫൈനാൻഷ്യൽ 2024 ഇന്ത്യയിലെ മൊത്തം ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്തത് 8.09 കോടി ആൾക്കാർ. അതായത് നമ്മൾ മൊത്ത പോപ്പുലേഷനിൽ വെറും 5.78% വരെ ഉള്ളൂ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ്, അതിൽ 70 പേര് റിപ്പോർട്ട് ചെയ്യുന്നത് സീറോ ടാക്സ് ലയബിലിറ്റി. അതായത് ഞങ്ങൾ ടാക്സേ ഇല്ല, നമുക്ക് ടാക്സ് കൊടുക്കാനുള്ള ഇൻകം ഇല്ല എന്നാണ് അവർ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിൽ വെറും 2.42 കോടി ജനങ്ങൾ മാത്രമേ ഉള്ളൂ ടാക്സ് പേ ചെയ്യുന്നത്. എന്നാ പറയണത്, നേരിട്ടുള്ള ഇൻകം ടാക്സ് പേയ്മെൻറ്റ്. ഓക്കെ, സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആരാണ് ടാക്സ് പേ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് സമൂഹത്തിൽ കുറച്ച് ശതമാനം ആൾക്കാരെ ഉള്ളൂ ടാക്സ് പേ ചെയ്തത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എന്തുകൊണ്ട് ഈ ടാക്സ് ബേർഡൻ ഒന്ന് മോർ ഈക്വിറ്റബിൾ ആക്കിക്കൂടാ? അതായത് കൂടുതൽ ആൾക്കാർ ടാക്സ് പേ ചെയ്യുന്ന ഒരു സിസ്റ്റം എന്തുകൊണ്ട് വന്നുകൂടാ? അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളെ മുന്നിൽ വരുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അതെങ്ങനെ നമ്മൾ കൂടുതൽ ആൾക്കാരെ ടാക്സ് പേ ചെയ്യിപ്പിക്കാൻ പറ്റും? ഓക്കെ, അപ്പം അത് വലിയൊരു ചോദ്യമാണ് ഗവൺമെൻറ് കയ്യിൽ. അപ്പം അതായത് കുറച്ച് ജനങ്ങൾ കൂടുതൽ ടാക്സ് പേ ചെയ്യുന്നുണ്ട്, ഒരു 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 സിംഹഭാഗം, ഒരു 90% ഓഫ് ദി പോപ്പുലേഷൻ നേരിട്ടുള്ള ടാക്സ് പേ ചെയ്യുന്നില്ല. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ എല്ലാവരും പേ ചെയ്യണം. നമുക്ക് ഇൻഡയറക്റ്റ് ടാക്സിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും GST പേ ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മൾ സാറിന് വളരെ സന്തോഷമുള്ള വാർത്തയാണ്. കാരണം നമ്മൾ എന്തായാലും പേ ചെയ്യണം. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മേടിക്കുമ്പോൾ നമ്മൾ പേ ചെയ്യും, വേറെ വഴിയില്ല. പക്ഷേ ഡയറക്റ്റ് ടാക്സ് കഴിയുമ്പം വളരെ കുറച്ച് 2%, 1.72% ആൾക്കാരേ ഉള്ളൂ ടാക്സ് പേ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എല്ലാവരും ചോദിക്കുന്നത് വെച്ചാൽ, എന്തുകൊണ്ട് ഞാൻ മാത്രം ടാക്സ് പേ ചെയ്യണം? എന്തുകൊണ്ട് ഞാൻ മാത്രം പിന്നെയും ടാക്സ് പേ ചെയ്യണം? എന്തുകൊണ്ട് നിങ്ങൾ എന്നോടത്ത് മാത്രം വന്ന് പിന്നെയും ടാക്സ് കളക്ട് ചെയ്യുന്നു? മറ്റുള്ളവർ എന്തുകൊണ്ട് പേ ചെയ്യുന്നില്ല? ഓക്കെ, ഞാൻ പേ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടുന്നു? അപ്പം ഞാൻ പറയണത്, ഇന്നത്തെ സമൂഹം ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതിപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫൈനാൻസ് മിനിസ്റ്ററിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളെ ചോദ്യം, പക്ഷേ എന്നെക്കൊണ്ടാകുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പം മെയിനായിട്ട് വരുന്ന ചോദ്യം എന്ന് വെച്ചാൽ, ഈ ടാക്സ് ബേർഡൻ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇല്ല എന്നാണ് ഉത്തരം വരുന്നത്. കാരണം ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കോർപ്പറേറ്റുകൾ അധികം ടാക്സ് പേ ചെയ്യുന്നില്ല, സാധാരണ മിഡിൽ ക്ലാസ്സാണ് പേ ചെയ്യുന്നത്. പിന്നെ മിഡിൽ ക്ലാസ് മറ്റുള്ളവരും കമ്പയർ ചെയ്യുമ്പം മറ്റുള്ളവർ കൂടുതൽ പേ ചെയ്യുന്നില്ല, മിഡിൽ ക്ലാസ്സാണ് കൂടുതൽ പേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നികുതി ഭാരം എന്നുള്ളത് നമ്മൾ ഇപ്പോൾ തിങ്ക് ചെയ്യേണ്ട ആവശ്യമാണ്. കാരണം എന്തുകൊണ്ട് ഞാൻ ഇത് പറയുന്നത് വെച്ചാൽ,
നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു സെക്ഷൻ ഓഫ് ദി പോപ്പുലേഷനോട് മാത്രം നമ്മൾ ടാക്സ് പേ ചെയ്യാൻ പറയുമ്പോൾ അവർക്കൊരു മടുപ്പ് തോന്നും. എന്തിന് ഞാൻ മാത്രം പേ ചെയ്യണം? അപ്പം അങ്ങനെ വരുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് എനിക്ക് ടാക്സ് വെട്ടിച്ചുകൂടാ, മറ്റുള്ളവർ പേ ചെയ്യുന്നില്ല, ഞാനും പേ ചെയ്യത്തില്ല. അതുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പം ടാക്സ് വെട്ടിപ്പ് എന്ന് പറയുന്നത് ഒരു കൂടിക്കൊണ്ട് വരികയാണ്. ഓക്കെ, അപ്പം നമ്മളത് അധികാരികളത് പല രീതിയിലും അവർ ടെക്നോളജി വഴിയും പല കാര്യങ്ങളും വെച്ച് അവർ ടാക്കിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാലും നമ്മൾ ജനങ്ങളുടെ ഒരു ടെൻഡൻസി എന്ന് വെച്ചാൽ എനിക്ക് ടാക്സ് പേ ചെയ്യാൻ താല്പര്യമില്ല. ഓക്കെ, കാരണം മറ്റുള്ളവർ പേ ചെയ്യുന്നില്ല. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം അതെങ്ങനെ ഗവൺമെൻറ് അതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. സോ അതാണ് എനിക്ക് പറയാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഇൻകം ടാക്സ് തന്നെ റെൻ സാറിനോട് അടുത്തൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നത്, GST വന്നതിന് ശേഷം ഇപ്പോൾ 7 വർഷമായിട്ടും ഒരു ആംനസ്റ്റി സ്കീം പുതിയതായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എക്സാക്റ്റ്ലി പറഞ്ഞാൽ ഇന്ന് തുടങ്ങിയാണത് പ്രാബല്യത്തിൽ വരുന്നത്. നവംബർ 1 തുടങ്ങി ആദ്യത്തെ 3 വർഷത്തെ ഒരു ആംനസ്റ്റി സ്കീം കേന്ദ്ര ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരള സ്റ്റേറ്റിനെ സംബന്ധിച്ച് അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും, എന്തെങ്കിലും കൂടുതൽ റിലീഫ് പബ്ലിക്കിന് കിട്ടുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണ്. തീർച്ചയായും ഇത്തരം തീരുമാനങ്ങളെല്ലാം ഇപ്പോൾ GST വന്നതിന് ശേഷം GST കൗൺസിലിൽ കേരളം അടങ്ങുന്ന കൗൺസിലിൽ കേരളത്തിൻ്റെ കൂടെ ആവശ്യം മുൻനിർത്തിയാണ് ഇത്തരത്തിലൊരു ഒഴിവ് ശരിക്കും പറഞ്ഞ ഒരു നികുതിദായകർക്ക് കൊടുക്കാൻ GST കൗൺസിൽ തീരുമാനിക്കുന്നത്. അതാണ് ഇന്ന് നവംബർ 1 മുതൽ നടപ്പിലാവുന്ന GSTയിലെ ഒരു അംനസ്റ്റി പദ്ധതി. കേരള സംസ്ഥാന GST വകുപ്പ് കൊടുത്തിരിക്കുന്ന നോട്ടീസുകൾക്കും ഈ അംനസ്റ്റി പദ്ധതി ബാധകമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് നോക്കിയാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റഫ് എസ്റ്റിമേറ്റ് നോക്കിയപ്പോൾ ഏതാണ്ട് 21,000-ത്തിലധികം നോട്ടീസുകൾ ഇത്തരത്തിൽ അംനസ്റ്റിക്ക് അർഹമായത് കേരളത്തിലുണ്ട്. അതിനകത്ത് ആവശ്യപ്പെട്ടിരിക്കുന്ന നികുതി ഏതാണ്ട് 1,100-ഓളം കോടി രൂപയും അതിനകത്ത് പിഴയും പലിശയും അടക്കം എല്ലാം കൂടെ ചേർത്തൊരു 2,500 കോടി രൂപയോളം പിരിഞ്ഞ് കിട്ടാനുള്ളതായാണ് കണക്കിൽ കിടക്കുന്നത്. പക്ഷേ ഈ അംനസ്റ്റി പദ്ധതി GST കൗൺസിൽ നടപ്പിലാക്കിയതോടുകൂടി ഇതിന് ഈ പിഴയും പലിശയും ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ആ നികുതി അടച്ച് പോകാനുള്ള ഒരു സാധ്യത മുന്നിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വലിയൊരു ആനുകൂല്യം ഏതാണ്ട് 21,000 നോട്ടീസ് ലഭിച്ച വ്യക്തികൾക്ക്, വ്യത്യസ്തരായ വ്യക്തികൾക്കാണ് ആ നോട്ടീസ് ലഭിച്ചതെങ്കിൽ അത്രയും ആൾക്കാർക്ക് കേരളത്തിൻ്റെ മൊത്തം GSTയിലുള്ള വ്യാപാര മേഖല എന്ന് പറയുന്ന ഏകദേശം 4 ലക്ഷം വ്യാപാരികളാണ് ഉള്ളത്. അതിൽ 21,000-ത്തോളം നോട്ടീസുകൾക്ക് ഈ പറയുന്ന ഒഴിവ് ബാധകമാവാനും അതൊരാശ്വാസമാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും വെൽക്കം ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് എനിഹൗ ഗവൺമെൻറ് അത് ചെയ്തിരിക്കുന്നത്. സാറിനോടൊരു ചോദ്യം കൂടി, ഈ സ്ക്രാപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആക്രി കച്ചവടം എന്ന് പറയും. സ്ക്രാപ്പുമായി ബന്ധപ്പെട്ട മേഖലയിൽ GST ഡിപ്പാർട്ട്മെൻറ്റുകൾ പല രീതിയിൽ റെയ്ഡുകൾ നടത്തുകയും ഒരുപാട് ടാക്സ് ഇവേഷൻസ് കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ GST കൗൺസിൽ മീറ്റിങ്ങിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സ്ക്രാപ്പ് ഡീലേഴ്സ് രജിസ്ട്രേഷൻ ഇല്ലാത്തവരുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്താൽ റിവേഴ്സ് ചാർജ് മെക്കാനിസം അഥവാ RCM വഴി 18% GST അടയ്ക്കണമെന്ന്. ഇതിൻ്റെ സുതാര്യതയെക്കുറിച്ചും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരിക്കും സർ. എല്ലാവരും ഒന്ന്, ഈ ആക്രി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു സ്റ്റാറ്റസ് അല്ല ശരിക്കും ആ മേഖലയ്ക്ക് നികുതിയുടെ കാഴ്ചപ്പാടിലുള്ളത്. നമ്മൾ സാമ്പ്രദായികമായി ഇതിനെ വിലയിരുത്തുന്ന പോലെ പാഴ്വസ്തുക്കൾ പോകുന്ന ചെറിയൊരു മേഖല അല്ല ആക്രി. നിങ്ങൾ ഒരു പക്ഷേ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് GSTയുടെ ഒരു ഓപ്പറേഷൻ പാം ട്രീ എന്ന് പറയുന്ന വലിയൊരു പരിശോധനയെക്കുറിച്ച് പത്രങ്ങളിലോ TV-യിലോ ഒക്കെ വായിച്ച് ചിലപ്പോൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ചിലരെ അറസ്റ്റൊക്കെ ചെയ്തിരുന്നു അതിനകത്തെ നികുതി വെട്ടി. അപ്പോൾ അന്ന് കേരളത്തിലെ ഈ ഒരു മേഖലയിൽ നിന്നുള്ള ഏതാനും ചില വ്യാജ GST രജിസ്ട്രേഷനുകളിലൂടെ നടത്തിയ ഇടപാട് മാത്രം 1,200 കോടി രൂപയുടേതാണ് അന്ന് കണ്ടെത്തിയത്. അപ്പോൾ ഇത്ര വലിയ വലിപ്പമുള്ള ഇടപാട് നടക്കുന്ന ഒരു മേഖലയാണ് കേരളത്തിൽ. ഇതിനോടകം GST വകുപ്പ്, കേന്ദ്ര സംസ്ഥാന GST വകുപ്പുകൾ ആരെങ്കിലുമൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 50% മുകളിൽ ഈ ആക്രി വ്യാപാരം മേഖലയിൽ നിന്നായിരിക്കും ഈ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ വേണ്ടി വന്നിട്ടുണ്ടാവുക. വലിയ നികുതി വെട്ടിപ്പ് നടക്കുന്ന ഒരു മേഖലയാണ് ഇതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പം നമ്മൾ വിചാരിക്കുന്നത് കേരളത്തിലെ മാത്രം പ്രശ്നമാണോ? അല്ല, ഇത് രാജ്യവ്യാപകമായ ഒരു പ്രശ്നമാണ്. ഇന്ത്യയിലെ മുഴുവൻ നടക്കുന്ന അറസ്റ്റുകളിലും ഒരു വലിയ ഭാഗം ആക്രി വ്യാപാരികളാണ് അറസ്റ്റിലാവുന്നത്. കാരണം നികുതി ഇതിന് സ്വാഭാവികമായി നിങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത് കൊടുക്കുന്ന ആൾക്ക് ഇതിന് ബില്ലൊന്നുമില്ല. നമ്മുടെ വീടുകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നുമാണ് ഇത് ശേഖരിച്ചു പോകുന്നത്.
ഈ മെറ്റൽ സ്ക്രാപ്പാണ് ഇതിനകത്ത് കുഴപ്പക്കാരനായ സാധനം. കോപ്പർ സ്ക്രാപ്പ്, ബ്രാസ് സ്ക്രാപ്പ്, ഫെറസ് സ്ക്രാപ്പ്, അയൺ സ്ക്രാപ്പ്. ഈ അയൺ സ്ക്രാപ്പാണ് റീമെൽറ്റ് ചെയ്ത് നമുക്ക് TMT ബാറുകളായും വീട് പണിയാനും കെട്ടിടം പണിയാനും ഒക്കെ ഇത് വരുന്നത്. അപ്പോൾ ഈ കാര്യത്തിന് സ്വാഭാവികമായി ഈ വാങ്ങുന്നതിന് കണക്കില്ലാത്തത് കൊണ്ട് വിൽക്കുന്നതിനും കണക്ക് ഇല്ലാതിരിക്കാൻ ഒരു പ്രവണത ഈ മേഖലയിൽ കണ്ടുവരികയും ഇത് GST സംവിധാനത്തിൻ്റെ തന്നെ ഒരു അപജയത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ഇന്ത്യ മുഴുവൻ ആയിരക്കണക്കിന് വ്യാജ GST രജിസ്ട്രേഷനുകൾ ജനിക്കാനും അതിൽ നിന്ന് ഈ GSTയിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സംവിധാനം ഉണ്ട് നമുക്ക്. അതായത് ലളിതമായി പറഞ്ഞാൽ നമ്മൾ ഒരു വസ്തു വാങ്ങുമ്പോൾ എത്ര ടാക്സ് കൊടുത്താണോ വാങ്ങിയത് അത് ഒഴിവാക്കിയിട്ടാണ് അതിൻ്റെ ഒരു കുറവ്, ഒരു ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും അടുത്ത തവണ ഈ സാധനം വിൽക്കുമ്പോൾ ടാക്സ് അടയ്ക്കാൻ. 100 രൂപയുടെ സാധനം വാങ്ങുമ്പോൾ 18 രൂപ ടാക്സ് കൊടുത്താണ് വാങ്ങിയതെങ്കിൽ ഇത് അടുത്ത 150 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 150 രൂപയുടെ ആനുപാതികമായ ടാക്സ് എന്ന് പറയുന്നത് അതിനും ഈ പറയുന്ന പോലെ 18% ആണെങ്കിൽ ഒരു 27 രൂപ ടാക്സ് വരുമ്പോൾ അതിൽ ഈ 18 രൂപ ഒഴിവാക്കിയിട്ട് മിച്ചമുള്ള 9 രൂപ ക്യാഷിൽ അടച്ചാൽ മതി. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി വ്യാജ രജിസ്ട്രേഷൻ എടുത്ത് ആക്രി വിൽപ്പന നടക്കുന്നതായി ബൂസ്റ്റ് ചെയ്ത് കാണിക്കുക, ലോൺ എടുക്കുക ബാങ്കിൽ, ഇങ്ങനെയുള്ള പലതരം പ്രവണതകൾ വരികയും മേഖല ആകെ കുഴപ്പത്തിലേക്ക് പോവുകയും ചെയ്തു. അപ്പോഴാണ് റിവേഴ്സ് ചാർജ് എന്ന് പറയുന്ന ഈ പുതിയ മാറ്റം വന്നത്. ഇനിയിപ്പോൾ രജിസ്ട്രേഷൻ ഇല്ലാത്ത ആളുടെ കയ്യിൽ നിന്നാണ് ആക്രി വാങ്ങുന്നതെങ്കിൽ വാങ്ങുന്ന ആൾ ടാക്സ് അടച്ചോണം. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഒരു പരിധി വരെ ഇത്തരം വലിയ നികുതി വെട്ടിപ്പിന് ഒരു തടയിടാനാവുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ തന്നെ അതിൻ്റെ അകത്തൊരു അക്കൗണ്ടബിലിറ്റി വരും. ഇൻ അൺരജിസ്റ്റേർഡ് പർച്ചേസ് വരുമ്പോൾ തന്നെ അക്കൗണ്ടബിലിറ്റി, അതുപോലെ B2B ട്രാൻസാക്ഷൻ്റെ അകത്ത് GSTയുടെ TDS വരുന്നുണ്ടെന്ന് കേട്ടു. 2% TDS. അപ്പോൾ ആ മേഖലയിൽ കൂടുതൽ കൺട്രോൾ കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പുതിയ നോട്ടിഫിക്കേഷനും തീരുമാനങ്ങളും വന്നിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ പുതിയൊരു ചേഞ്ചാണ്. ഇപ്പോൾ വ്യാപാരികൾ, ചെറുകിടക്കാരെല്ലാം വലിയവരും ബിസിനസ് രജിസ്ട്രേഷൻ ഇല്ലാത്ത ബിൽഡിങ്ങിൽ എന്ന് പറഞ്ഞാൽ ലാൻഡ് ഓണർക്ക് രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ അവിടെ നമ്മൾ ഓഫീസ് പർപ്പസിന് റെൻറ്റഡ് ബിൽഡിങ്സ് വാടകയ്ക്ക് എടുക്കുമ്പോൾ അവിടെയും ഈ പറഞ്ഞ RCM കൊണ്ടുവരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോമ്പൗണ്ട് ചെയ്ത ടാക്സ് പേയേഴ്സിനൊരു സങ്കടമുണ്ട്. കാരണം ചെറുകിടക്കാർ അവർ വാടകയ്ക്ക് കെട്ടിടങ്ങൾ എടുത്തു കഴിയുമ്പോൾ അതിനും RCM 18% കൊടുക്കണമെന്നാണ് പുതിയ നിയമം. പക്ഷേ ഇതിലൊരു ബുദ്ധിമുട്ട് കാണുന്നത് അവർക്ക് ഇതിൻ്റെ ഇൻപുട്ട് എടുക്കാനുള്ള യോഗ്യതയില്ല. അത് ചെറുകിടക്കാർ, ബിസിനസ്സുകാരുടെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കൺസൾട്ടൻ്റ് എന്നുള്ള നിലയിലും എനിക്ക് പറയാനുള്ള അഭിപ്രായം. അതിനെക്കുറിച്ച് എന്തെങ്കിലും സാറിന് പറയാനുണ്ടെങ്കിൽ? ഇത്തരത്തിലൊരു മാറ്റം വരാൻ കാരണമായത് പലപ്പോഴും കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്ന ആൾക്കാർ അത് പലരുടെ പേരിലായിട്ട് അത് വീതം വെക്കും. ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അച്ഛൻ്റെ, അമ്മയുടെയും, ചേട്ടൻ്റെ, ഭാര്യയുടെയും, ചേച്ചിയുടെയൊക്കെ പേരിൽ വീതം വെക്കുകയും ഇവരെല്ലാവരും വാർഷിക വിറ്റുവരവ് 20 ലക്ഷത്തിന് താഴെ നിർത്താൻ ശ്രദ്ധിക്കും. അപ്പോൾ 20 ലക്ഷം കടന്നാലേ GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ശരിക്കും GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആൾക്കാർ പോലും പലപ്പോഴും ഈ തരത്തിൽ ഇതിനെ പിരിച്ച് GST രജിസ്ട്രേഷൻ എടുക്കാതെ ടാക്സ് അടയ്ക്കാതെ പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇത്തരത്തിലൊക്കെയുള്ള നിയമമാറ്റം ഈ അടുത്ത് വന്നതാണ്. അതിനകത്ത് ഈ തരത്തിലുള്ള ആവശ്യം ഉയർന്നു വരുമ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ GST കൗൺസിൽ പരിഗണിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, സ്ഥാണു സാറിനോടാണ് ഒരു ചോദ്യം. ഇൻകം ടാക്സ് നിയമത്തിൽ ഇപ്പോൾ കൂടുതൽ ടാക്സ് പേഴ്സ് വന്നു എന്ന് സാറ് പറഞ്ഞു. അതിൻ്റെ സ്ലാബും എല്ലാം വേരിയേഷൻ വന്നപ്പോൾ ഇതിന് ആനുപാതികമായിട്ടുള്ളൊരു റിലീഫ് അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് ഈ പറഞ്ഞ ടാക്സ് പേഴ്സിലോട്ട് കിട്ടുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം പറയാം. ഈ റിലീഫ് എന്ന് പറയുമ്പം പൊതുവേ നമ്മൾ ചിന്തിക്കുന്നത് ഓക്കെ എല്ലാ വർഷവും ഈ ബഡ്ജറ്റിൽ എന്തെങ്കിലും മാറ്റം വരണം, ഈ ടാക്സ് സ്ലാബ് മാറണം, റൈറ്റ്. അങ്ങനെ വരുമ്പം ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മൾ ആ സ്ലാബ് മാറ്റിക്കൊണ്ടിരുന്നാൽ ഒരു അൺസർട്ടനിറ്റി വരും. അതായത് മെയിനായിട്ടെന്ന് വെച്ചാൽ നമ്മൾ ഗവൺമെൻറ്റിന് വരുമാനം വേണം. ഓക്കെ, എന്തുകൊണ്ട് ഗവൺമെൻറ് വരുമാനം വേണം? നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ സമൂഹത്തിൽ കാണുന്ന പല കാര്യങ്ങളും ഈ പ്രൈവറ്റ് സെക്ടറല്ല തരുന്നത്. ഓക്കെ, അതായത് നമ്മൾ പറയും, സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയും മാർക്കറ്റ് ഫെയിലിയർ എന്ന് പറയും. അതായത് ചന്തയുടെ ഫെയിലിയർ. അതായത് ഇത് പ്രൈവറ്റ് സെക്ടർ അവർക്ക് ഫോർ എക്സാമ്പിൾ ഒരു BC മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് പലപ്പോഴും ഒരു റോഡ് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അവർക്ക് ഒരു എക്സ്പ്രസ് ഹൈവേയോ അല്ലെങ്കിൽ റോഡ് അവർ ബിൽഡ് ചെയ്യണമെങ്കിൽ അവർക്ക് അതിനൊരു പ്രോഫിറ്റ് വേണം, അല്ലെങ്കിൽ അവർ ചെയ്യില്ല. ഓക്കെ, അവരുടെ അടുത്ത് ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇടാൻ പറഞ്ഞാൽ അവർ ചെയ്യില്ല. അവരോട് പോയി ഒക്കെ ഒരു സ്കൂൾ ബിൽഡ് ചെയ്യാൻ പറഞ്ഞാൽ അവർ ചെയ്യും, പക്ഷേ അതിനൊരു ഫീസ് ചാർജ് ചെയ്യും. ഓക്കെ, അവരോട് പോയിട്ട് ഒരു എയർപോർട്ട് ബിൽഡ് ചെയ്യാൻ പറഞ്ഞാൽ അവർ ചെയ്യും, പക്ഷേ അവർക്ക് എല്ലാത്തിനും പ്രോഫിറ്റ് വേണം. അപ്പം പ്രൈവറ്റ് സെക്ടർ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷനേ ഉള്ളൂ, അത് ഗവൺമെൻറ്.
ഓക്കെ. നമ്മളെല്ലാവരും ഗവൺമെൻറ് സർവീസിൻ്റെ ഒരു ബെനിഫിഷ്യറീസ് ആണ്. അതൊരു ഗവൺമെൻറ് ഓഫീസാകാം. ഇപ്പോൾ ഈ ബീച്ച് നമ്മളിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ബീച്ച് ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്, പബ്ലിക് ഗുഡാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. നമ്മളൊരു പബ്ലിക് പാർക്ക് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും രാവിലെ എല്ലാവരും റോഡിലാണ് നടക്കുന്നത്. ഒരു നല്ലൊരു പാർക്കില്ല. ഓക്കെ, ഈ പാർക്ക് ആര് ബിൽഡ് ചെയ്യും? ഗവൺമെൻറ് ബിൽഡ് ചെയ്യണം. നമുക്കൊരു IIM വേണം, ഒരു എയിംസ് വേണം, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് വേണം. ഇതൊക്കെ ആരാ ചെയ്യാൻ പറ്റുന്ന? ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് തിങ്ക് ചെയ്യുമ്പോൾ വരുമാനം എന്തായാലും വേണം. അപ്പം അതിനുള്ള ഒരു മാർഗം ടാക്സ് ആണ്. മെയിനായിട്ടുള്ളൊരു മാർഗം ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് എവിടെ ചെന്നാലും ആ ഒരു ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ടാക്സ് വഴിയാണ് കിട്ടുന്ന വരുമാനം നമ്മൾ ഇതുവഴി ചിലവാക്കുക. ഓക്കെ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ടാക്സ് പേ ചെയ്യുന്ന ആൾക്കാരുടെ സംഖ്യ വളരെ കുറവാണ്. ഞാൻ പറയുന്നത് ഡയറക്റ്റ് ടാക്സസ്. ഇൻഡയറക്റ്റ് ടാക്സ് നമ്മളെല്ലാവരും പേ ചെയ്യും. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് തിങ്ക് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ ടാക്സ് കൺഷൻ നിങ്ങൾക്ക് തരാൻ പറ്റുന്നില്ല. കാരണം തന്നു കഴിഞ്ഞാൽ കിട്ടാവുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് കുറയും. അപ്പം ഞാൻ ഗവൺമെൻറ് ചെയ്യുന്നത് വെച്ചാൽ മാക്സിമം നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുക. ഓക്കെ, അതായത് കിട്ടാവുന്ന ആൾക്കാരുടെ നിന്ന് മാക്സിമം മേടിക്കുക. ആ കിട്ടുന്ന കാശ് കൊണ്ട് ഓക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പം ഇതേ ചോദ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ടാക്സ് നിങ്ങൾ കൂടുതൽ കൂട്ടാൻ പാടില്ല, കൂടുതൽ കളക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, പക്ഷേ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം, ഞാൻ പേ ചെയ്യുന്നുണ്ട്, ഓക്കെ, പക്ഷേ എനിക്ക് തിരിച്ചെന്ത് കിട്ടുന്നു? അപ്പം ആ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഓക്കെ നിങ്ങൾ കൊടുക്കുന്ന ടാക്സിന് നിങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ച് തന്നാൽ അത്രമാത്രം മതിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ പേ ചെയ്യാം, ഓക്കെ. അപ്പം നമ്മൾ പുറം രാജ്യങ്ങളൊക്കെ നമ്മൾ ചെന്നാൽ, നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അതൊരു വേൾഡ് ക്ലാസ് ആണ്. നമുക്ക് എല്ലാവർക്കും ട്രാവൽ ചെയ്യാം, ഓക്കെ. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ അല്ല. പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നില്ല. പുറം രാജ്യങ്ങൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു പബ്ലിക് പ്ലേസ് ആണെങ്കിൽ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. എല്ലാവർക്കും പോയി എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ത്യയിൽ എന്ന് വെച്ചാൽ നമ്മൾ ടാക്സ് പേ ചെയ്യുന്നു, പക്ഷേ അതിനനുസരിച്ച് നമ്മളൊരു സർവീസ് ഗവൺമെൻറ് കയ്യിൽ കിട്ടുന്നില്ല എന്നുള്ള ഒരു കൺസേൺ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും അവർക്ക് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞത് എന്നെ കൊണ്ടാകുന്ന മാക്സിമം ചെയ്യാം. ഓക്കെ, അവർ പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, സിമ്പിളായിട്ട്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് കൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ലോൺ തരുന്നില്ലേ? എഡ്യൂക്കേഷൻ ലോൺ തരുന്നില്ലേ? നിങ്ങൾക്ക് ഞാൻ വന്ദേ ഭാരത് ട്രെയിൻ ബിൽഡ് ചെയ്യുന്നില്ലേ? നിങ്ങൾക്ക് ഞാൻ എക്സ്പ്രസ് ഹൈവേ ബിൽഡ് ചെയ്യുന്നില്ലേ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ IIM ബിൽഡ് ചെയ്യുന്നില്ലേ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ AIMS ബിൽഡ് ചെയ്യുന്നില്ലേ? അപ്പോൾ അത് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഞാൻ നിങ്ങൾക്കൊന്നും ചെയ്യുന്നില്ല? അപ്പോൾ ഇത് ഞാൻ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് മാത്രമല്ല, സംസ്ഥാന ഗവൺമെൻറ്റിലെ എല്ലാ ഫൈനാൻസ് മിനിസ്റ്ററും തിരിച്ച് നമ്മളോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. പക്ഷേ ഒരു മിനിറ്റ്. അപ്പോൾ ഇതിൽ മെയിൻ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടാക്സ് പേയേഴ്സ് എന്ന നിലയ്ക്ക് നമ്മളെ ട്രസ്റ്റ് വളരെ കുറവാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം. നമ്മൾ ഗവൺമെൻറ് ട്രസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം അതിലൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മൾ ഗവൺമെൻറ് ട്രസ്റ്റ് നമ്മൾ വിശ്വാസം കുറവാണ്. നമുക്ക് ഗവൺമെൻറ് വിശ്വാസം കുറയുമ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തരത്തില്ല. കാരണം ആ പൈസ ഞാൻ വെച്ച് എൻ്റെ കയ്യിലിരുന്നാൽ ഞാൻ അത് ബെറ്റർ ആയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യും. എന്തുകൊണ്ട് ഞാൻ ഗവൺമെൻറ് ടാക്സ് ആയിട്ട് തരണം? അപ്പോൾ ഇതിനൊരു സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ടാക്സ് മൊറാൽ. അതായത് നിങ്ങൾക്ക് വോളണ്ടറി ആയിട്ട് ടാക്സ് പേ ചെയ്യാനുള്ള ആഗ്രഹമുണ്ടോ? ഇന്ത്യയിൽ ഞാൻ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് മെജോറിറ്റി ഓഫ് ദ ആൾക്കാർക്ക് താല്പര്യമില്ല. ഒരു വേൾഡ് വാല്യൂ സർവേ ഉണ്ട്, അതിലൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടിയാൽ നിങ്ങൾ ഗവൺമെൻറ് ചീറ്റ് ചെയ്യുമോ? ഇതാണ് ചോദ്യം. കണക്കുകൾ കാണിക്കുന്നത് കാലങ്ങളായിട്ട്, അതായത് 1991 മുതൽ ഇന്നേ വരെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓവർ ദ പീരിയഡ് ഇങ്ങനെ, അതായത് എനിക്ക് ഒരു ചാൻസ് കിട്ടിയാൽ ചീറ്റ് ചെയ്യുമെന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണം ഇന്ത്യയിൽ കൂടിക്കൊണ്ടുവരികയാണ്. അങ്ങനെ വരുമ്പം ഞാൻ നിങ്ങളെങ്ങനെയാണ് നിങ്ങൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക? ഞാൻ കോൺഫിഡൻസ് ബിൽഡ് ചെയ്താൽ നിങ്ങൾ എനിക്ക് നികുതി പണം തരും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഗവൺമെൻറ് തിങ്കിങ് വെച്ചാൽ ടാക്സ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒക്കെ വേറൊരു കാര്യം. പക്ഷേ ടാക്സ് സാറിന് അറിയാം, GST എന്തൊക്കെ ചെയ്തിട്ടും ആൾക്കാർ ഇപ്പോഴും നികുതി വെട്ടിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വെട്ടിക്കുന്നതെന്ന് വെച്ചാൽ വെട്ടിക്കാനുള്ള ഒരു ടെൻഡൻസി അവരുടെ കയ്യിലുണ്ട്. അപ്പം ആ വെട്ടിക്കൽ നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും? ജനങ്ങളുടെ സൈക്കോളജി മാറ്റാൻ പറ്റുമോ? ജനങ്ങളും ഗവൺമെൻറ് തമ്മിലുള്ള എന്താ പറയുക, ആ കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ സംശയം നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ? കുറച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർ വോളണ്ടറി ആയിട്ട് ടാക്സ് പേ ചെയ്യും എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നമ്മൾ തിങ്ക് ചെയ്യേണ്ടി വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗവൺമെൻറ് ഇനി പോയി പറഞ്ഞു. തീർച്ചയായിട്ടും ഇപ്പോൾ ടാക്സ് പേയേഴ്സിന് കൂടുതൽ മോണിറ്ററി ആയിട്ട് ഇതുപോലെ ബെനിഫിറ്റുകൾ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഭാവിയിൽ ടാക്സ് പേയേഴ്സിൻ്റെ എണ്ണം കൂടട്ടെ. അതനുസരിച്ച് ഗവൺമെൻറ്റിന് പബ്ലിക്കിൽ കൂടുതൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇൻഫ്രാസ്ട്രക്ചറും, നമുക്കറിയാം ഡെവലപ്പിംഗ് കൺട്രി ആണെങ്കിലും ഡെവലപ്ഡ് ആകാനുള്ള ഒരു പ്രയാണത്തിലാണ്. അപ്പോൾ അതിനുള്ളൊരു ഉത്തേജനം കിട്ടട്ടെ. ഒരു കാര്യം പറഞ്ഞു എൻ്റെ ഗവേഷണത്തിൽ കണ്ടെത്തിയാണ്
ഞാൻ ഏജ് ഗ്രൂപ്പ് വൈസ് ഞങ്ങൾ നോക്കി. അതായത് ഈ ടാക്സ് വോളണ്ടറി ആയിട്ട് പേ ചെയ്യാൻ താല്പര്യമില്ലാത്തവരുടെ കണക്ക് നോക്കുമ്പം 18-നും 18 വയസ്സിനും, അതായത് 18 ആൻഡ് എബോ, അതായത് 18 ആൻഡ് എബോ ചെറുപ്പക്കാരുടെ ഇടയിലാണ് ഈ കോൺഫിഡൻസ് കുറവ്. അവർക്ക് വിശ്വാസമില്ല ഗവൺമെൻറ്റിൻ്റെ. ഓക്കെ, നമ്മൾ അപ്പോൾ അത് വളരെ, അതായത് അത് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ഇന്ത്യയിലെ ടോട്ടൽ പോപ്പുലേഷൻ എടുത്ത് നോക്കിയാൽ, ഇപ്പം നമ്മൾ ഏജ് നോക്കിയാൽ മെജോറിറ്റി ഓഫ് ദി പോപ്പുലേഷൻ ഈ 18 to 29 ഏജ് ഗ്രൂപ്പിലാണ്. അവരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ പോലും ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? അപ്പോൾ നമ്മൾ അത് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണമെന്നാണ് പറയേണ്ടത്, ഞാൻ പറയുന്നത്. അതെ അതെ, ശരി. ഞാൻ പ്രാക്ടീസ് ചെയ്യുകയാണ് GSTയിൽ. എൻ്റെ പല ക്ലയൻസും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഞാൻ ഇനി റെൻസാറിനോട് ചോദിക്കുന്നത്. ബിൽഡർമാരുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബിൽഡേഴ്സ് GSTക്ക് മുമ്പ് സർവീസ് ടാക്സും വാറ്റും നിയമം ഉണ്ടായിരുന്നപ്പോൾ ഇവർക്ക് കോമ്പൗണ്ടിങ്ങും നോൺ കോമ്പൗണ്ടിങ്ങും മെത്തേഡ് ഉണ്ടായിരുന്നു. കോമ്പൗണ്ട് ചെയ്യുമ്പോൾ ഇൻപുട്ട് ഇല്ല, കോമ്പൗണ്ട് ചെയ്യാത്തവർക്ക് ഇൻപുട്ട് എടുക്കാം. GST നിയമം വന്നപ്പോൾ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ബിൽഡർമാർക്ക് അഫോർഡബിൾ റെസിഡൻഷ്യൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 45 ലക്ഷം രൂപയിൽ കുറവുള്ള ചെറിയ ഫ്ലാറ്റുകളോ വില്ലാസോ പണിത് വിൽക്കുമ്പോൾ 1% GSTയും, നോൺ അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ 45 ലക്ഷത്തിൽ കൂടുതൽ വാല്യൂ ഉള്ള ഫ്ലാറ്റുകൾ പണിത് വിൽക്കുമ്പോൾ ബിൽഡേഴ്സിന് 5% GST ആണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ എന്നോട് ക്ലയൻസ് ചോദിക്കുന്ന ചോദ്യം, സാറേ 28% കൊടുത്ത് വാങ്ങുന്ന സിമെൻറ്റും 18% കൊടുത്ത് വാങ്ങുന്ന സ്റ്റീലും ബ്രിക്സും ടൈൽസ് 18, ഇതിനൊന്നും ഞങ്ങൾക്ക് ഇൻപുട്ട് ഇല്ല, അതുകൊണ്ട് ഞങ്ങളുടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് കൂടി പോവുകയാണ്. സെൻട്രൽ ഗവൺമെൻറ് ഉദ്ദേശം എന്തായിരുന്നു? റേറ്റ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്ലാറ്റിൻ്റെ വില കുറയുമെന്നായിരുന്നു. പക്ഷേ അത് നേരെ ഒരു യൂട്ടേൺ എടുത്ത് വരികയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇൻപുട്ട് സഫർ ചെയ്യുമ്പോൾ അത് ഒരു എക്സ്പെൻസിൻ്റെ ഭാഗമാകുവാണ് ബിൽഡേഴ്സ്. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് സാറിനോട് ചോദിക്കുന്നത്, സർവീസ് ടാക്സിലും വാറ്റിലും ഉള്ളതുപോലെ തന്നെ എന്തുകൊണ്ട് GST നിയമത്തിലും കോമ്പൗണ്ടിങ്ങും നോൺ കോമ്പൗണ്ടിങ്ങും ചെയ്തുകൂടാ? അപ്പോൾ കൂടുതലായിട്ട് കോമ്പറ്റീറ്റീവ് റേറ്റിൽ ബിൽഡർമാർക്ക് ഇത് വിൽക്കാൻ പറ്റും. കോൺട്രാക്ടേഴ്സും സബ് കോൺട്രാക്ടേഴ്സും വരുമ്പോൾ പഴയതുപോലെ തന്നെ ഇൻപുട്ട് എടുക്കാം. ദാറ്റ് സ്റ്റിൽ ഗോയിങ് ഓൺ. പക്ഷേ ബിൽഡർമാർക്ക് കസ്റ്റമറിന് വിൽക്കുമ്പോൾ ബിൽഡറിന് ഇൻപുട്ട് എടുക്കാൻ പറ്റുന്നില്ല. അതിനെക്കുറിച്ച് എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം? ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ സ്റ്റാൻലി പറഞ്ഞതുപോലെ 2019 വരെ ശരിക്കും പറഞ്ഞ കോമ്പൗണ്ടിങ് സ്കീം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. എല്ലാ ബിൽഡർമാർക്കും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുത്ത് ടാക്സ് അടയ്ക്കുന്ന ഒരു രീതിയായിരുന്നു. അന്ന് 12% നികുതി ഉണ്ടായിരുന്നു. 2019 മാർച്ചിലാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഈ മാറ്റം വരുന്നത്. അന്ന് തൊട്ട് നമ്മളൊരു കോമ്പൗണ്ടിങ് പോലെ അതിന് സമാനമായ ഒരു കോമ്പോസിറ്റ് ടാക്സ് സംവിധാനത്തിലേക്ക് പോയി. ഒരു ഫ്ലാറ്റ് 1% അടയ്ക്കുക, 45 ലക്ഷത്തിൽ താഴെയുള്ള ഫ്ലാറ്റ് ആണെങ്കിൽ, അതിന് മേലെയുള്ളതാണെങ്കിൽ അതിന് ഒരു 5% നികുതി നിരക്കിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ ഇത് വരാൻ കാരണം ഇതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വെക്കലും ഇതിൻ്റെ ഇൻപുട്ടുകളിൽ നിന്ന് കിട്ടുന്ന ഈ നേട്ടം കസ്റ്റമർക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് എന്നതിനെക്കുറിച്ച് വലിയ സംശയവും ലളിതമായ ഒരു സിസ്റ്റം കൊണ്ടുവരാനുള്ള താല്പര്യവും ഇതിനെയൊക്കെ മുൻനിർത്തിയാണ് ഈ 1%, 5% എന്നുള്ള ഫ്ലാറ്റ് സംവിധാനം വളരെ അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആശയമാണ്. പക്ഷെ ഇപ്പോൾ സ്റ്റാൻലി പറഞ്ഞതുപോലെ ഇന്ത്യയിൽ തന്നെ ശരിക്കും 2 തരം ബിൽഡർമാരായി മാറി. ഒരു വിഭാഗം പറയുന്നത് ഇത് തുടരണമെന്നും മറ്റൊരു വിഭാഗം പറയുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ അനുവദിച്ചുകൊണ്ട് ഒരു ഉയർന്ന നിരക്കിലേക്ക് ഇതിനെ പോയിക്കൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്തായാലും ഈ 2 കാര്യവും ഇപ്പം നല്ല ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഇത് റിയൽ എസ്റ്റേറ്റിൻ്റെ മേഖലയിലെ കാര്യങ്ങൾ പ്രത്യേകമായി പരിശോധിക്കുന്ന ഒരു മന്ത്രിമാരുടെ ഉന്നതതല സംഘമുണ്ട്. ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ആ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ സജീവ പരിഗണനയിലുള്ളൊരു വിഷയമാണ്. എന്തായാലും ഈ കാര്യം, ഈ ഒരു 2 അഭിപ്രായം ഈ മേഖലയിൽ ഇന്ന് നിലവിലുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 2 അഭിപ്രായക്കാരും സർക്കാരിലേക്കും ഉദ്യോഗസ്ഥർക്കും ഒക്കെ കത്ത് തരുന്നുണ്ട് ഇതിൻ്റെ പോളിസി പുനഃപരിശോധിക്കണമെന്ന്. ഉചിതമായൊരു തീരുമാനം ഇതിലുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു. നമുക്കും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. ഈ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ഓരോ ബിൽഡർമാർക്കും കേസ് ടു കേസ് ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ എഫക്റ്റീവായിട്ട് വരുന്നത് തോന്നുന്നു. ഇന്ന് വന്ന മനോരമയിലൊരു ചോദ്യം തന്നെയാണ് സാറിനോട് ചോദിക്കുന്നത്. ഇന്നത്തെ മനോരമയിലൊരു ചോദ്യം ബിസിനസ് കോളത്തിലുണ്ടായിരുന്നു. വിവരാവകാശ നിയമപ്രകാരം കമ്മീഷണറുടെ ഓഫീസിൽ GST ഡിപ്പാർട്ട്മെൻറ്റിൽ ചോദിച്ചപ്പോൾ പ്രൊഡക്റ്റ് വൈസ് ടാക്സിൻ്റെ ബൈഫർക്കേഷൻ അവൈലബിൾ അല്ല എന്ന് പറയുന്നു. അപ്പോൾ പബ്ലിക് ഡൊമൈനിൽ നോക്കുമ്പോഴും ഓരോ വ്യാപാരികളും അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വൈസ് തിരിച്ചുള്ള ഒരു ടാക്സിൻ്റെ ഗ്രാഫോ അല്ലെങ്കിൽ മാർജിൻ വാല്യൂ വൈസ് അറിയാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പരാതിയായിട്ട് ഇന്നത്തെ പത്രത്തിൽ കണ്ടു. അതിനെക്കുറിച്ചുള്ളൊരു കമൻറ്റും കൂടി സാറിന് പറയാം.
നമുക്ക് തീർച്ചയായും പ്രോഡക്റ്റ് വൈസ് ആയിട്ട് അറിയാൻ എല്ലാവർക്കും ഒരു കൗതുകം ഉണ്ടാകുന്ന ഒരു കാര്യമല്ലേ. എത്ര ഈ ഉൽപ്പന്നം കേരളത്തിൽ എത്ര വിറ്റു, ഇതിൽ നിന്ന് എത്ര നികുതി കിട്ടി എന്നൊക്കെ അറിയാൻ. പക്ഷെ ദൗർഭാഗ്യവശാൽ GST സംവിധാനത്തിൽ അത്തരം ഒരു വിവരശേഖരണം നടക്കുന്നില്ല. നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യമുള്ളൂ. അതായത് ആരെങ്കിലും ഒരാൾ ഇപ്പോൾ ഒരു വ്യാപാരി എത്ര കസേര വിറ്റു എന്ന് പറഞ്ഞാലല്ലേ GST വകുപ്പിൻ്റെ കയ്യിൽ അതിൻ്റെ കണക്കുണ്ടാവുള്ളൂ, എത്ര കസേര വിറ്റു എന്നുള്ളത്. ആ തരത്തിൽ ഓരോ വ്യാപാരിയും വിൽക്കുന്ന വസ്തു ഏതാണെന്നും അത് എത്ര തുകയുടേത് വിറ്റു എന്നും നിർബന്ധമായും പറയേണ്ട ഒരു സാഹചര്യം ഇന്ന് GST ഇല്ല. ലളിതമായ റിട്ടേൺ ഫയലിംഗ് സംവിധാനം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വ്യാപാര സമൂഹത്തിന് കൊടുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ തരത്തിലുള്ള ഒരു നിർബന്ധം GST റിട്ടേണിൽ ഇല്ലാത്തത്. സ്വാഭാവികമായും അങ്ങനെ ഒരു വിവരം ആരും തരുന്നില്ലെങ്കിൽ ഇത്തരം ഒരു വിവരം GST വകുപ്പിൻ്റെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഈ വിവരാവകാശ പ്രകാരമോ അല്ലെ ഏതെങ്കിലും തരത്തിലോ ഇത് ചോദിച്ചാൽ പോലും ഇതിനൊരു മറുപടി നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉള്ളത്. കാരണം ഇങ്ങനൊരു വിവരം വകുപ്പിന്റെ കൈവശമില്ല. ഇതൊരു പത്രക്കുറിപ്പ് വഴി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുത്താൽ പബ്ലിക്കിനും കൂടുതൽ അവയർനെസ് ഉണ്ടാവും. ഇതിനെപ്പറ്റി ഇന്ത്യൻ പാർലമെന്റിൽ പോലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിനോടും ഓരോ വസ്തുവിന്റെ ഐറ്റം തിരിച്ച് എത്ര വരുമാനം ഇന്ത്യ ഗവൺമെന്റിനോ ഓരോ സംസ്ഥാനത്തിനും കിട്ടി എന്നൊന്ന് പറയാമോ? അതിനും ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും, കാരണം എല്ലാവർക്കും GST ഒന്നാണല്ലോ, അങ്ങനെ ഒരു വിവരം അവിടെയും ഇല്ല ഇവിടെയും ഇല്ല. രണ്ടുപേർക്കും അത് തരാൻ സാധിക്കില്ല എന്നുള്ള ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. താങ്ക് യു. ഒപ്പം തന്നെ ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും ഓഡിയൻസിൽ തന്നെ ആർക്കെങ്കിലും സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അതിനുള്ള അവസരവുമുണ്ട്. സ്പീക്കേഴ്സ് അതിന് മറുപടി പറയുന്നതായിരിക്കും. ആരെങ്കിലും സ്പെസിഫിക് ആയിട്ട് ചോദ്യങ്ങളുണ്ടെങ്കിലും ചോദിക്കാം. ഇവിടെ ഇപ്പോൾ GST 18% ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പിടിക്കുന്നുണ്ട്. അതേസമയം LICക്ക് 4.5% ആദ്യ വർഷവും രണ്ടാമത്തെ വർഷം മുതൽ 2.25% GST പിടിക്കുന്നത്. ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഒരാളുടെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയും ഒരുപാട് പേര് അത് എടുക്കുന്നതുമാണ്. പക്ഷേ GST 18% വരുന്നതുകൊണ്ട് തന്നെ ഇതിൽ എടുക്കാൻ താല്പര്യം പലരും പ്രകടിപ്പിക്കാറില്ല. അതൊരു വലിയ ബേർഡനായി മാറുന്നുണ്ട്. ഇത് കുറച്ച് കൊണ്ടുവരാൻ അറ്റ്ലീസ്റ്റ് LICയുടെ ഒരു ലെവലിലേക്കെങ്കിലും കൊണ്ടുവരാനുള്ള വല്ല പരിപാടി ഉണ്ടോ GST ഡിപ്പാർട്ട്മെൻറ്റിന്? അല്ലെങ്കിൽ ഇതൊരു സാറിന് ബന്ധപ്പെട്ട മേഖലയിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇതാണ് അറിയേണ്ടത്. തീർച്ചയായിട്ടും ഇത് വളരെ വളരെ കാലിക പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ്. ആരോഗ്യ മേഖലയിലെ ഇൻഷുറൻസിനെ കുറിച്ച് കഴിഞ്ഞ GST കൗൺസിൽ ഒരു പ്രത്യേക കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് സമയബന്ധം ഒക്ടോബർ 31 മുമ്പ് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അടുത്ത GST കൗൺസിലിൽ ഇതിനകത്തൊരു തീരുമാനം വരുമെന്ന് വിചാരിക്കാം. ആരോഗ്യ മേഖലയിൽ എങ്ങനെ ഇൻഷുറൻസ് പെനിട്രേഷൻ കൂടുതൽ വർദ്ധിപ്പിക്കാം, അതെങ്ങനെ ഏതെങ്കിലും വിഭാഗങ്ങൾക്ക് അതിൻ്റെ നികുതി ഒഴിവ് കൊടുക്കേണ്ടതുണ്ടോ, മൊത്തത്തിൽ നികുതി നിരക്ക് എത്രയായിരിക്കണം, ഇതിനെക്കുറിച്ചൊരു പുനഃപരിശോധനയ്ക്കുള്ള എല്ലാം തയ്യാറായി കഴിഞ്ഞു. അടുത്ത കൗൺസിലോടുകൂടെ ഈ വിഷയത്തിൽ പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഏതാണ്ട് ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ അറിയാം. ഈയിടെ പുതിയൊരു സുപ്രീം കോടതി വിധി വന്നു, സാറിനും അറിയാതെ. നമ്മൾ കെട്ടിടങ്ങൾ പണിതിട്ട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ നാളെ ഇതുവരെ ഇൻപുട്ട് ബ്ലോക്ക്ഡ് ക്രെഡിറ്റിലായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് എടുക്കാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ ലുലു മാൾ തുടങ്ങി വലിയ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് പണിത് അവരത് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ കോടിക്കണക്കിന് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ബിൽഡിംഗ് പണിയുന്നത്. അത് ലീസിങ്ങിനോ അല്ലെങ്കിൽ റെൻ്റൽ പർപ്പസിനോ കൊടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ ഓണർക്ക് അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ ഉടമയ്ക്ക് ഇൻപുട്ട് എടുക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ഈയിടെ സഫാരി കേസിൽ സുപ്രീം കോടതി വിധിയിൽ അതൊരു പ്ലാന്റ് ആണെന്നും ഇൻപുട്ട് എടുക്കാമെന്നും പറയുന്നുണ്ട്. പക്ഷേ എല്ലാ ബിൽഡിങ്ങിനും അത് കിട്ടുമോ, അതുപോലെ വെയർ ഹൗസിന് കിട്ടുമോ? ഇപ്പോൾ ഫാക്ടറി, ഇപ്പോൾ സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഫാക്ടറിക്ക് അവരൊരു ഗോഡൗൺ പണിയുകയാണ്, അല്ലെങ്കിൽ വെയർ ഹൗസ് പണിയുന്നു, കോടികൾ മുടക്കിയാണ്. കോൺട്രാക്ടേഴ്സിന് 18% GST കൊടുത്തിട്ടാണ് ഈ കൂട്ടർ ഈ കെട്ടിടം പണിത് തീർക്കുന്നത്. പക്ഷേ അതിൻ്റെ ഓണർക്ക് സിമെൻറ്റ് സ്റ്റോക്ക് ചെയ്താലും അതുപോലെ ഫാക്ടറി ആയിട്ട് കീപ്പ് ചെയ്താലും ഇൻപുട്ട് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ സാറിൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം. വളരെ വിവാദമായ ഒരു കേസാണിത്. സഫാരി റിട്രീറ്റ്സ് എന്ന് പറയുന്ന ഒറീസ ഹൈക്കോടതിയുടെ ഒരു വിധിയെ തുടർന്ന് സുപ്രീം കോടതിയിൽ ഒരു അപ്പീൽ വരികയും കെട്ടിടങ്ങളുടെ ഇൻപുട്ട് നികുതി എടുക്കാമോ എന്നുള്ളതാണ് അതിനകത്തെ ചോദ്യം. അപ്പോൾ ഇതിലെ രസകരമായ കാര്യം, സുപ്രീം കോടതി ഈ ചോദ്യത്തിന് ശരിക്കും ഉത്തരം പറഞ്ഞില്ല.
സുപ്രീം കോടതി അത് തിരിച്ചുവിടുകയാണ് ചെയ്തത് ഒറീസ ഹൈക്കോടതിയിലേക്ക്. ഇത് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഗണത്തിൽ വരുന്നതാണെങ്കിൽ ആ തരത്തിൽ ക്രെഡിറ്റ് എടുക്കാവുന്നതാണോ എന്ന് പരിശോധിക്കൂ. അതെ മറ്റു തരത്തിലുള്ളതാണെങ്കിൽ സാധിക്കില്ല എന്ന് പറഞ്ഞാണ് വിട്ടത്. എന്തായാലും നിലവിലെ നമ്മുടെ GST കുറിച്ചുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ ഇതിനെ മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു സാധനത്തിന് നികുതി ബാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ അതിനോടനുബന്ധിച്ചുള്ള ഇൻപുട്ട് ടാക്സ് എടുക്കാൻ സാധിക്കുള്ളൂ. കെട്ടിടങ്ങളുടെ പ്രത്യേകത, വസ്തു ഇടപാടുകളുടെ പ്രത്യേകത, അതിൻ്റെ ഇടപാടുകൾക്ക് GST ഇല്ല. ഭൂമിയുടെ വിൽപ്പനയായാലും കെട്ടിടങ്ങളുടെ വിൽപ്പനയായാലും അതിന് ഇപ്പോൾ കേരളത്തിൽ നമുക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ, അതിന് GST വരുന്നില്ലല്ലോ. അപ്പോൾ ഇത്തരം വിൽപ്പനകൾക്ക് GST ബാധ്യത ഇല്ലാത്തിടത്തോളം കാലം ഇതിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അനുവദിച്ച് കിട്ടില്ല എന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ ഇനി ഏതായാലും ഒറീസ ഹൈക്കോടതിയിൽ ഇത് പുനഃപരിശോധിക്കേണ്ടി വരും. അതേ തുടർന്ന് ഇനിയും ഈ മേഖലയിലെ ലിറ്റിഗേഷനിലൂടെ ഇതിന്റെ നെല്ലും പതിരും ഒക്കെ ഒന്ന് തിരിയാനുണ്ട്. അതുകൊണ്ട് സർവീസ് ടാക്സ് നിയമത്തിൽ കിട്ടുമെന്ന് എന്തോ ഒരു ഇതുണ്ടായിരുന്നു, സർവീസ് ടാക്സിലും ദാറ്റ് വാസ് ഡിഫറെന്റ്. എന്തായാലും GSTക്കകത്ത് ഇപ്പൊ നമ്മൾ ഇതിന്റെ കെട്ടിടങ്ങളെ മൊത്തത്തിൽ GSTയുടെ പരിധിയിൽ നിന്ന് പുറത്ത്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയെ പുറത്ത് നിർത്തിയിരിക്കുന്നത് ഇത് വരുമോ എന്നുള്ളത് ഇനിയുള്ള ഒരു അടുത്ത ഏതാനും ദിവസങ്ങളിലെ ലിറ്റിഗേഷനിലൂടെ മാത്രം തെളിയേണ്ട ഒരു കാര്യമാണ് ആ കാര്യം. താങ്ക് യു സർ. ഈ സാലറീഡ് പേഴ്സൺസിന് കറക്റ്റായിട്ട് ഇൻകം ടാക്സ് വാങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ എവിടെയോ വായിച്ച് ഓർമ്മയുണ്ട്, എന്താ വെച്ചാൽ ഈ സാലറി എംപ്ലോയീസിൻ്റെ അടുത്തുനിന്ന് ഇൻകം ടാക്സ് ഈടാക്കാനുള്ള ചിലവ് അതിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതലാണ് ഇൻകം ടാക്സ്. എന്നാൽ ചോദ്യം മനസ്സിലായിട്ടോ സാറിന്? ഇൻകം ടാക്സ് ആയിട്ട് സാലറീഡ് പേഴ്സൺസ് അടയ്ക്കുന്ന പൈസേനേക്കാട്ടിലും കൂടുതലായിട്ട് ഈ എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻകം ടാക്സിന്റെ ഇതിനു വേണ്ട ഉദ്യോഗസ്ഥന്മാരും മറ്റ് സംവിധാനങ്ങൾക്കും ചെലവാകുന്നുണ്ടെന്ന്, അത് ശരിയാണോ എന്ന്. മറ്റൊന്ന്, ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കൂട്ടിയല്ലോ ഇപ്പോൾ ഈ ബജറ്റിൽ, അത് എന്ന് മുതലാണ് പ്രാബല്യത്തിലാവുക? ഈ സാമ്പത്തിക വർഷം മുതലാണോ അതല്ല ബജറ്റ് അവതരിപ്പിച്ച ഡേറ്റ് മുതലാണോ? അതാണ് രണ്ടാമത്തെ ചോദ്യം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, സാറ് വോളണ്ടറി ആയിട്ട് ടാക്സ് അടയ്ക്കാനൊക്കെ പറഞ്ഞു, കേൾക്കുമ്പോൾ നല്ല കാര്യമാണ്. പക്ഷെ ഇവിടെ സത്യസന്ധമായിട്ട് ഇന്ത്യയിൽ ജീവിച്ചാൽ നമുക്ക് എത്ര ദിവസം ജീവിക്കാൻ പറ്റുമെന്നുള്ളത് കൂടി സാറൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളെല്ലാം സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ടാക്സ് അടയ്ക്കാൻ പറയുന്ന ആൾക്കാരൊക്കെ എത്രത്തോളം സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യവും കൂടി സാറൊന്ന് പരിഗണിക്കുക. ഉത്തരം അല്ല, ഞാൻ സാറിനെ ശ്രദ്ധപ്പെടുത്തുകയാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ വോളണ്ടറി ടാക്സ് അടയ്ക്കണം. ഞാൻ പറഞ്ഞത് വോളണ്ടറി അടയ്ക്കുന്നില്ല എന്തുകൊണ്ടാണ്, അതാണ് ചോദ്യം. അതായത് നമ്മളിപ്പം നമ്മൾ അബ്രഹാം സാർ ഇപ്പം എന്ന് വെച്ചാൽ എങ്ങനെ ടാക്സ് അടപ്പിക്കും നിങ്ങൾക്കറിയാം, അടച്ചില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാതെ നമുക്ക് ടാക്സ് കൊടുക്കാൻ ആഗ്രഹിച്ച് നമുക്കൊരു സമൂഹത്തിൽ നമ്മളൊരു റെസ്പോൺസിബിൾ സിറ്റിസൺ നിലയ്ക്ക് നമ്മൾ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ഒരു വിശ്വാസത്തിൽ എന്ന് വെച്ചാൽ ആ ഗവൺമെൻറ് നമ്മളെ ടാക്സ് നികുതി പണം നല്ല രീതിയിൽ ചിലവാക്കി അത് നമുക്കും നമ്മളെ ചുറ്റിലുള്ള എല്ലാവർക്കും ഗുണം ചെയ്യുന്ന രീതിയിൽ ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ കൊടുക്കുന്നു. കൊടുക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ പൊതുവെ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കും, പക്ഷേ സാറ് പറഞ്ഞ പോലെ തിരിച്ചു വരുന്ന റിട്ടേൺസ് അത് അങ്ങനെ അല്ല. കാരണം നമ്മൾ പലപ്പോഴും കാണുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മളെങ്ങനെയാണ് ഈ പബ്ലിക് മണി സ്പെൻഡ് ചെയ്യപ്പെടുന്നത്, റൈറ്റ്? അപ്പോൾ നമ്മളെ ആരെയും കുറ്റപ്പെടുന്നില്ല, ഇൻ ജനറൽ, ഇപ്പോൾ ഇന്ത്യയിലായാലും പുറത്തായാലും. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ പറയുന്നത് ഓക്കെ, അപ്പോൾ നമ്മൾ ആ നികുതി പണം ശരിയായ രീതിയിൽ ചിലവാക്കുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് പോലെ മനോരമയിലെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് പല സ്പോർട്സ് എക്യുപ്മെൻറ്റ്സും മേടിച്ചിട്ട് അതവിടെ ആരും യൂസ് ചെയ്യാതെ പൊടി പിടിച്ച് അവിടെ കിടക്കുന്നു. പിന്നെ എത്രയോ ഒരു കോടി രൂപ കിട്ടി, പക്ഷേ അത് എവിടെ പോയി എന്ന് പോലും അറിയില്ല. ഇതാണ് ഇങ്ങനെ പല ന്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ എനിക്കൊരു വലിയ ശേഖരം തന്നെ ഉണ്ട്. ഞാനിങ്ങനെ കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനത്തെ ന്യൂസ് ഒന്ന് കളക്ട് ചെയ്ത് ശ്രമിക്കാൻ നോക്കി. ഇപ്പോൾ അതെനിക്ക് വെക്കാൻ സ്ഥലമില്ല, അത്രയ്ക്കും ന്യൂസ് ഉണ്ട് എനിക്ക് കയ്യിൽ. ഓക്കെ, അതെന്ന് വെച്ചാൽ അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ തിങ്ക് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ജനങ്ങൾ തിങ്ക് ചെയ്യുമ്പോൾ ഓക്കെ, ഒരു ടാക്സ് പേയർ, നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു എത്തിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു ടാക്സ് പേയർ എനിക്ക് ടാക്സ് തരുമ്പോൾ ഞാനത് ശരിക്കും ചിലവാക്കണ്ടേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യണം. അപ്പോൾ അത് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് ശരിയായിട്ടും അത് ചിലവാക്കാൻ പറ്റും. ചിലവാക്കി കഴിഞ്ഞാൽ നമുക്കും ഒരു വിശ്വാസം വരും. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അവർ രണ്ട് ഭാഗത്തു നിന്നും നമ്മളൊരു തിങ്ക് ചെയ്യണം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ടാക്സ് പേ ചെയ്യുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നും തിങ്ക് ചെയ്യണം. ഓക്കെ, അതൊരു കാര്യമാണ്. പിന്നെ ഞാൻ എൻ്റെ ഗവേഷണത്തിൽ കണ്ടെത്തിയെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ജനങ്ങൾ പേ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ അവർക്ക് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഗവൺമെൻറ് ചിലവ് ചെയ്യുമ്പോൾ അവർക്ക് തോന്നുകയാണ് ഓക്കെ, എൻ്റെ കാശ് ശരിക്കും ചിലവാക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും.
ഞാൻ കൊടുക്കുന്നു, പക്ഷേ അത് പല അഴിമതി പല രീതിയിലും അത് ചിലവാക്കപ്പെടുന്നില്ല എന്നെനിക്ക് തോന്നിയാൽ ഞാൻ കൂടുതൽ ടാക്സ് വെട്ടിക്കാൻ നോക്കും. അപ്പം ഞാൻ പറയണത് മെയിനായിട്ടും ആ, അത് അങ്ങനെ ഒരു നമ്മളങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ആ ചിന്ത മാറ്റേണ്ട കടമ ഗവൺമെൻറ്റിനാണ്. കാരണം നമ്മൾ കൊടുക്കുന്നു, അത് നമ്മൾ ശരിയാക്കി ചിലവാക്കണോ എന്ന് ഗവൺമെൻറ് തിങ്ക് ചെയ്യണം. ഓക്കെ, അതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം ഇതുകൊണ്ട് പറയാനുണ്ട്. ആ, കൂടുതൽ പൈസ ഉള്ളവരാണ് തിങ്ക് ചെയ്യുന്നത് എങ്ങനെ എനിക്ക് വെട്ടിക്കാൻ പറ്റുമോ എന്ന്. പൈസ ഇല്ലാത്തവരല്ല. അതായത് അപ്പം അതിൻ്റെ അർത്ഥം ഞങ്ങൾ കണ്ടെത്തുന്നത് വെച്ചാൽ പൈസ ഉള്ളവരുടെ കയ്യിൽ ഒരു തിങ്കിങ് ഉണ്ട്, ഞാൻ മാത്രം കൊടുക്കുന്നു, എന്തുകൊണ്ടും മറ്റുള്ള കൊടുക്കുന്നില്ല. പലരും നമുക്കറിയാം ടാക്സ് വെട്ടിക്കുന്നുണ്ട്. അപ്പം അവർ കൊടുക്കുന്നില്ല, ഞാൻ കൊടുക്കുന്നു. അവർ ഈസി ആയിട്ട് ഊരി പോകുന്നുണ്ട്, എനിക്ക് ഊരി പോകാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഊരി പോകാൻ നോക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബിഹേവിയറൽ ആസ്പെക്ട്. നമ്മൾ ഇന്ത്യയിൽ ഇപ്പം ടാക്സ് അഡ്മിനിസ്ട്രേഷൻ കൂടുതൽ തിങ്ക് ചെയ്യുന്നത് അവർ ഒരു ലോ കൊണ്ടുവന്നാൽ എങ്ങനെ അടപ്പിക്കാം, നിങ്ങൾ വെട്ടിച്ചാൽ നിങ്ങൾക്ക് പെനാൽറ്റി തന്നാൽ നിങ്ങൾ എങ്ങനെ അടപ്പിക്കാം, നിങ്ങൾ വെട്ടിച്ച് ഓടിപ്പോയാൽ ഞാൻ എങ്ങനെ നിങ്ങളെ പിടിക്കാം. ഇങ്ങനെ നമ്മളൊരു എപ്പോഴും ഒരു എൻഫോഴ്സ്മെൻറ്റ് ആംഗിളിലാണ് തിങ്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ബിഹേവിയർ ആംഗിൾ തിങ്ക് ചെയ്യുന്നില്ല. കാരണം സാമ്പത്തിക ശാസ്ത്രം പറയുന്നത് വെച്ചാൽ നിങ്ങൾ എത്ര തവണ നിങ്ങൾ ഒരു എൻഫോഴ്സ്മെൻറ്റ് ചെയ്താലും ജനങ്ങളുടെ ബിഹേവിയർ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ആ ബിഹേവിയർ മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് പറഞ്ഞത് ടാക്സ് മൊറാൽ, അതായത് നമുക്ക് വോളണ്ടറി ആയിട്ട് ടാക്സ് പേ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടോ എന്നുള്ള ചോദ്യം നോക്കിയാൽ അത് കുറഞ്ഞു വരുന്നുണ്ടോ. രണ്ടാമത്തെ ചോദ്യം, എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നില്ല ഗവൺമെൻറ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് അവർ കളക്ട് ചെയ്തതിനേക്കാളും കൂടുതലാണെന്ന്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു സർവേ ഡേറ്റ നോക്കിയപ്പോഴും അത് കുറയുന്നുണ്ട്. കാരണം ഇപ്പം ഗവൺമെൻറ് പല മേഖലയിലും ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്, മാൻ പവർ അല്ല ടെക്നോളജി. അപ്പോൾ നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യുമ്പം നമ്മുടെ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ്റെ കോസ്റ്റ് കുറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കുറയുമ്പം എനിക്ക് തോന്നുന്നില്ല ഗവൺമെൻറ് ഒരു രൂപ നമ്മളെ കയ്യിൽ നിന്ന് മേടിക്കാൻ 10 രൂപ ചിലവാക്കുന്നുണ്ടെന്നും. ഇല്ല, എനിക്കങ്ങനെ തോന്നില്ല. അപ്പൊ അതിന്റെ പ്രാബല്യം ഈ സാമ്പത്തിക വർഷം ഒട്ടാകെയാണോ അതല്ല ബജറ്റ് അവതരിപ്പിച്ച ഡേറ്റ് മുതലാണോ എന്നുള്ളത്? അതായത് ഹിന്ദു പത്രത്തില് അത് ഇപ്രാവശ്യം കണക്കൂട്ടാൻ ബുദ്ധിമുട്ടാണ്, ബജറ്റ് അവതരിപ്പിച്ച ദിവസം മുതലാണെന്നുള്ള റിപ്പോർട്ട് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം. പൊതുവെ ആ നോട്ടിഫിക്കേഷൻ വന്ന ശേഷം അത് പ്രാബല്യത്തിലാണ്. ബഡ്ജറ്റ് അവതരിപ്പിച്ച ശേഷം ഒരു നോട്ടിഫിക്കേഷൻ വരുമല്ലോ, അത് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ, അത് വന്നു കഴിഞ്ഞാൽ ആ ഡേറ്റ് മുതൽ അത് പ്രാബല്യത്തിലാണ്, സാമ്പത്തിക വർഷം മുതലാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ കൊണ്ടുവരുന്നത്, പൊതുവെ അങ്ങനെയാണ്. അതുകൊണ്ട് അത് ആ ഡേറ്റ് മുതലാണ്. പല ബിസിനസ്സുകാരും ഇൻകം ടാക്സിനെ കുറിച്ച് പറയുന്ന ഒരു വിറ്റാണ്. ചെറുകിടക്കാർ പറയും, സാർ ഞങ്ങൾ കറക്റ്റായിട്ട് പ്രോഫിറ്റൊക്കെ കമ്പ്യൂട്ട് ചെയ്ത് ഇൻകം ടാക്സ് അടയ്ക്കുന്നു, ഒരു ടാക്സും അടയ്ക്കാതെ വലിയ ആൾക്കാർ വലിയ വെട്ടിപ്പ് ചെയ്തിട്ടും അവർക്ക് നോട്ടീസും സ്ക്രൂട്ടണികളും ഒന്നും ഇല്ല. ചെറുകിടക്കാർ കറക്റ്റായിട്ട് അടച്ചാൽ വീണ്ടും ഞങ്ങളുടെ പുറയിൽ സ്ക്രൂട്ടണി ആയിട്ട് വരികയാണ് എന്നൊരു ചോദ്യം പലരും പറയുന്നതാണ്. ചോദ്യം ചോദിച്ചല്ലേ? എന്നോട് ചോദിച്ചത് അല്ല, ഞാനത് ഇപ്പോൾ എപ്പോഴും പറഞ്ഞു വരുന്നതാണ്, ക്ലയൻസിന്റെ ഒരു ഗ്രീവൻസ് ആണ്. സാറിന് പറയാം, ഉത്തരം പറയാം. ന്യായമായിട്ട് അടയ്ക്കുന്ന ആൾക്കാരുടെ മനസ്സിലുള്ള ചോദ്യം ഇതാണ്. ഞാനെല്ലാം റെസ്പോൺസിബിൾ ആയിട്ട്, സാലറിഡ് ക്ലാസ്സിന് എന്തായാലും നമുക്ക് രക്ഷയില്ല. കാരണം നമ്മൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അതൊക്കെ കൊണ്ടുപോകും. ഓക്കെ, പക്ഷേ വേറെ പല നമുക്കറിയാമല്ലോ, പലരും എങ്ങനെ ടാക്സ് ഇവേഡ് ചെയ്യുന്നുണ്ട്, അവർ ടാക്സ് അവർ അവോയ്ഡ് ചെയ്യുന്നുണ്ട്, എങ്ങനെയെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ട്സ് വെച്ചൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുള്ള രാജ്യത്തിൽ വെറും 1.2% മാത്രം ജനങ്ങൾ ഡയറക്റ്റ് ടാക്സ് പേ ചെയ്യുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ബാക്കിയുള്ളവരെവിടെ പോയി? അവർക്ക് പൈസ ഇല്ലേ? അവരെന്താ പേ ചെയ്യാത്തത്? എന്തുകൊണ്ട് ഗവൺമെൻറ് അവരെ കൊണ്ട് അടപ്പിക്കുന്നില്ല? എല്ലാവരെയും അല്ലാതെ പറയണം, മാക്സിമം. അപ്പം ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോഴാണ് ഇപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ബഡ്ജറ്റിലാണ് ഈ സെൻറ്റിമെൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഞാൻ പൊതുവേ ഈ ജനങ്ങളുടെ സെൻറ്റിമെൻറ്റ് മെഷർ ചെയ്യുന്നത് ഒരു യൂട്യൂബ് വീഡിയോയിൽ ചെന്നാൽ മതി. ഒരു ടാക്സിനെ കുറിച്ചുള്ള ഇന്നത്തെ കാലത്ത് എല്ലാവരും എക്സ്പേർട്സ് ആണ് അല്ലേ? ഇപ്പം എല്ലാവരും ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ്. അപ്പം ഒരു ട്രെയിൻഡ് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറയുന്നതിനേക്കാളും അവർ നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം. ഞങ്ങൾ പൊതുവേ സംസാരിക്കുമ്പം പലർക്കും മനസ്സിലാവാറില്ല, ടെക്നിക്കലി സംസാരിക്കും. ഈ സാധാരണ മനുഷ്യൻ ഒരു യൂട്യൂബറായിട്ട് വന്നിട്ട് ഈ സാധാരണ ഇഷ്യൂസൊക്കെ അവർക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് നോക്കിയാൽ അറിയാം ജനങ്ങൾ എന്താ തിങ്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, റീസെൻ്റ് തമിഴ്നാട്ടിലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായല്ലോ, ഈ GST കുറിച്ച് ഒരു ആൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ആ വീഡിയോ ഭയങ്കര വൈറലായി. അപ്പോൾ ആ വീഡിയോയുടെ താഴെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ ചോദ്യം ഇതാണ്, ഞാൻ കൊടുക്കുന്നു, എനിക്കെന്ത് കിട്ടുന്നു? ഞാൻ കൊടുക്കുന്നു, മറ്റുള്ളവർ കൊടുക്കുന്നില്ല, എന്തുകൊണ്ട് ഞാൻ മാത്രം കൊടുക്കണം? മറ്റു രാജ്യങ്ങൾ അങ്ങനെയല്ല, എല്ലാവരും
ഒരുവിധം ടാക്സ് പേ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ ഒരു സംശയം ഇപ്പോഴും നിലനിൽപ്പുണ്ട് മാർക്കറ്റിലും പബ്ലിക് ഡൊമൈനിലും. സാധാരണ എല്ലാ സാധാരണ വ്യക്തികളുടെയും ഒരു അഭിലാഷമാണ് സ്വന്തമായിട്ട് ഒരു വീട് വയ്ക്കുക എന്നുള്ളത്. റെൻ സാറിനോട് ചോദിക്കുന്നത്, ഒരു വീട് വയ്ക്കുമ്പോൾ ഇപ്പോൾ കോൺട്രാക്ടർ ചോദിക്കുന്നത് 18% GST ആണ്. 1 കോടി രൂപയുടെ ഒരു വീട് പണിയുമ്പോൾ 18 ലക്ഷം രൂപ എക്സ്ട്രാ ആയിട്ട് ഈ ടാക്സ് പെയർ ബിൽഡർക്ക് കൊടുക്കണം. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ വേറൊരു പുതിയ ട്രെൻഡ് വന്നിരിക്കുന്നത്, ലേബർ കോൺട്രാക്റ്റ് മാത്രമാണെങ്കിൽ ഇതൊരു എക്സംപ്റ്റഡ് ടേൺ ഓവർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പല കൂട്ടരും ഇപ്പോൾ മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് ഈ ലാൻഡ് ഓണർ അല്ലെങ്കിൽ വീട് പണിയുന്ന വ്യക്തി മെറ്റീരിയൽസ് സപ്ലൈ ചെയ്തിട്ട് ലേബർ മാത്രമായിട്ട് ചെയ്യാൻ പറയും. ഈ ഒരു വർഷം മുമ്പ് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് റെയ്ഡുകളൊക്കെ വന്നിരുന്നു GST ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. അപ്പോൾ ഈ കോൺട്രാക്ടേഴ്സ് ചോദിക്കുന്നത്, സാർ ഞങ്ങൾ ലേബർ തിരിച്ചൊരു കോൺട്രാക്റ്റ് ചെയ്ത് കൊടുത്താൽ അത് നിയമപരമായിട്ട് വാലിഡ് അല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഡിപ്പാർട്ട്മെൻറ്റുകാർ അതിന് റെയ്ഡും നോട്ടീസും പെനാൽറ്റിയൊക്കെ ഇടുന്നതെന്നാണ് ചോദിക്കുന്നത്. സിംഗിൾ റെസിഡൻഷ്യൽ വില്ലയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. റെൻ സാറിന് അതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യാം. അങ്ങ് പറഞ്ഞത് തീർച്ചയായും നിയമപരമായി പരിശോധിച്ചാൽ നിലവിലെ നിയമം അനുസരിച്ച് സിംഗിൾ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് റെസിഡൻഷ്യൽ ഹൗസസ് പണിയുന്നതിന് ലേബർ കോൺട്രാക്റ്റുകൾക്ക് ടാക്സ് ബാധ്യതയില്ല. ഇതേ കെട്ടിടം പണിയുന്നതിനുള്ള വസ്തുക്കൾ, അതായത് അതിന്റെ സിമെന്റ്, കമ്പി, ഇത്തരം സാധനങ്ങൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കടയിൽ നിന്ന് തന്നെ അതിന്റെ ടാക്സ് അടച്ചാണല്ലോ ഈ വസ്തു വരുന്നത്. സ്വാഭാവികമായും അതിന്റെ നികുതി ആ ഘട്ടത്തിൽ തന്നെ ഈടാക്കി കഴിഞ്ഞു. കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ തന്നെ സിമെന്റിന്റെ ടാക്സ് കടക്കാർ ഒടുക്കിക്കൊള്ളും. പക്ഷെ ചിലര് ചെയ്യുന്നത് ഈ ലേബർ കോൺട്രാക്റ്റ് ആയിട്ടല്ല, ഈ മൊത്തത്തിലുള്ള കെട്ടിടം പണിഞ്ഞു കൊടുക്കുന്ന വസ്തുവും ലേബറും അടക്കമുള്ള ഒരു കോമ്പോസിറ്റ് കോൺട്രാക്റ്റ് തന്നെ ചെയ്യുകയും എന്നാൽ അത് GST ഡിപ്പാർട്ട്മെന്റിനോട് സർക്കാരിനോട് അത് തെറ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അത്തരം കേസുകൾ സംശയിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം പരിശോധനകളൊക്കെ വരുന്നത്. സാധാരണയായി പ്യുവർ ലേബർ കോൺട്രാക്റ്റുകൾക്ക് ഈ ഒരു എക്സംഷൻ വരേണ്ടതല്ല. ഓൾമോസ്റ്റ് പിന്നെ പാനലിസ്റ്റുകൾ എല്ലാ ഏരിയാസും ടച്ച് ചെയ്ത് പോയി റിസർച്ചിൻ്റെ സൈഡിൽ നിന്നും ഒക്കെ. ഞാനൊരു സാലറീഡ് എംപ്ലോയി ആണ്. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കുന്ന ബഹുഭൂരിജനങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ വളരെ ചെറിയ ശതമാനമേ ഉള്ളൂ. സാധാരണ മനുഷ്യർ, ഇന്ത്യയിലെ സാധാരണ മനുഷ്യർ എംപ്ലോയിഡ് ആണ്. അതിൻ്റെ സാലറിയുടെ ഒരു സ്കെയിൽ വെച്ച് തുടങ്ങുകയാണെങ്കിൽ നമുക്കൊരു ആവറേജ് ആയിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് 25,000 മുതൽ 30,000 രൂപ വരെ അയാളുടെ കരിയർ തുടങ്ങുന്നു. അടുത്ത കുറച്ചുകൂടെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ഒരാൾ 50 മുതൽ 1 ലക്ഷം രൂപയിൽ വരെ തുടങ്ങും. രണ്ടായാലും ശരി, അയാളുടെ ഒരു 30 വർഷത്തെ ജീവിതത്തിൻ്റെ ഇടയിൽ നമ്മൾ കാണുന്ന ഈ സാലറീഡ് എന്ന് പറയുന്നത് 1x ആകാം, ഒരാൾക്ക് 2x ആകാം, 3x ആകാം, 4x ആകാം. ദാറ്റ് ഇസ് ദ മാക്സിമം യു ആർ ഗോയിങ് ടു ഗെയിൻ ആസ് എ സാലറീഡ് പേഴ്സൺ ആണല്ലോ. ഇദ്ദേഹത്തിൻ്റെ ജീവിത അവസാന ഭാഗത്തേക്ക് ഇയാൾ കോർപ്പസ് ഉണ്ടാക്കി വെക്കുകയും അങ്ങേ അറ്റം, ഞാൻ പറയുന്നത് മാന്യമായി വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം അധ്വാനത്തിൽ പഠിച്ച് സ്വന്തമായി വീടിൻ്റെ ഒന്നും വേണ്ടാതെ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതം വളരെ ദുർഘടമല്ലേ? കാരണം അയാൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു വീടും ഏറെക്കുറെ ഇന്നത്തെ ഒരു സാധാരണ 2 ബെഡ്റൂം ഓൾമോസ്റ്റ് 1 കോടി രൂപയാണ്, അല്ലെങ്കിൽ 1.25 കോടി രൂപ വരുന്ന ഒരു സാഹചര്യത്തിലാണ്, 18% GST ഉൾപ്പെടെ. അദ്ദേഹത്തിൻ്റെ കോർപ്പസ് ഫണ്ട് ഞാൻ ആർക്കും ഒന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും എന്തൊക്കെ മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും അതിൻ്റെ ഫ്ലക്ച്വേഷൻ ഒന്നും എടുക്കാൻ തയ്യാറാകാത്ത ഒരാളെന്നുള്ള നിലയിൽ 7.5% ഗവൺമെൻറ് ട്രഷറിയുടെ മാക്സിമം സാധനം തരികയും അതിൽ തന്നെ 6.3 ഇൻഫ്ലേഷൻ വർഷം 2005 മുതൽ 6.3 ഇൻഫ്ലേഷൻ ബാക്കി പോകെ കിട്ടുന്ന ഈ പൈസയുടെ മുകളിൽ വീണ്ടും ടാക്സ് പിടിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന് അവൻ എങ്ങനെ അവൻ്റെ ശിഷ്ടകാലം ഈ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ജീവിക്കും എന്നുള്ളത് വളരെ സങ്കടകരമായ സംഗതി. ഞാൻ അല്ലെങ്കിൽ എന്നെ പോലെ അനേകം പേര് ടാക്സ് അടയ്ക്കുന്നവരാണ്. പക്ഷെ അവരുടെ ജീവിതത്തിൻ്റെ ശോഭനമായ ഭാവി, ഞാൻ ചുറ്റുപാടും ഒരു വന്ദേ ഭാരത് കാണുന്നുണ്ട്. ഞാൻ 4 ലൈൻ പാതകളൊന്നും ഞാൻ കാണുന്നില്ല. പെട്രോൾ അടിച്ചിട്ട് വഴിയിൽ ഇപ്പോഴും ഞാൻ കിടക്കുകയാണ്. എൻ്റെ എക്സ്പെൻസസ് കൂടി വരുമ്പോൾ ഞാൻ എന്നുള്ള സിറ്റിസൻ്റെ where do we go for the next 20 years? A lifespan of a Malayali is 74.6 male. So ഇതൊരു വലിയ ഒരു മിക്സ് മാച്ച്. What as a panelist do you feel? Whereas the citizens of India
in the coming days, at least in the next 20 years or 30 years, is there a horizon for us? വെളിയിലുള്ള രാജ്യങ്ങളെ സാർ കമ്പയർ ചെയ്ത് പറഞ്ഞു. യൂറോപ്പിലും യു എസും ഡെവലപ്പ് കൺട്രീസിനെ കുറിച്ച് സാർ പറഞ്ഞു. അവിടെ ഞാൻ പൈസ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ട്രാൻസ്പോർട്ട് സർവീസ് ഫ്രീ ആണ്, എനിക്ക് സോഷ്യൽ സെക്യൂരിറ്റി ഫ്രീ ആണ്, ഞാൻ കാണുന്ന എല്ലാ മെഡിക്കൽ സർവീസസ് ഫ്രീ ആണ്. ഇവിടെ എല്ലാത്തിനും മെഡിക്കൽ ഇൻഷുറൻസിന് വരെ നമ്മൾ കാശ് കൊടുക്കേണ്ട ഒരു സാഹചര്യം. സോ വേർ ഡു യു സീ അറ്റ്ലീസ്റ്റ് ഈസ് ദർ എ റേ ഓഫ് ഹോപ്പ് ഫോർ എ നോർമൽ സിറ്റിസൺ ഹു ആർ എ സാലറീഡ് ക്ലാസ്? ദാറ്റ്സ് ഓൾ. സ്ഥാനു സാറിന് പറയാം. ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നുണ്ട്. ഇതാണ് ഞാനും പറയുന്നത്. കാരണം നമ്മൾ കൊടുക്കുമ്പോൾ തിരിച്ച് ഗവൺമെൻറ് തരുന്നുണ്ടോ എന്ന ചോദ്യം ചോദിച്ചാൽ നമ്മളിവിടെ ഇരിക്കുന്ന പലരും പറയും സാർ പറഞ്ഞ പോലെ കിട്ടുന്നില്ല. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പം ആ റെസ്പോൺസിബിലിറ്റി ഗവൺമെൻറ്റിൻ്റെ സൈഡിലാണ്. എങ്ങനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ടാക്സ് കൂടുതൽ കൊടുപ്പിക്കാം, അപ്പം അത് ആ റെസ്പോൺസിബിലിറ്റി ഗവൺമെൻറ്റിൻ്റെ സൈഡിലാണ്. അപ്പം അത് നമുക്ക് എല്ലാവർക്കും അറിയാം, അത്ര എളുപ്പമല്ല. കാരണം ഈ ഗവേർണൻസ് എന്ന് പറയുന്നത് ഒരു ഡെമോക്രസിയിൽ അത്ര എളുപ്പമല്ല. കാരണം ഒരു ഓട്ടോക്രസിയിൽ നമുക്കറിയാം, ഓക്കെ ഗവൺമെൻറ് എന്ത് വിചാരിച്ചാലും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നാളെ ഒരു റോഡ് നന്നാക്കണമെങ്കിൽ പെട്ടെന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെട്ടെന്നൊരു സ്കൂൾ പണിയണമെങ്കിൽ പെട്ടെന്ന് ചെയ്യാം, ഒരു പെട്ടെന്ന് ഫാക്ടറി കൊണ്ടുവരണമെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. പക്ഷേ നമ്മളൊരു ഡെമോക്രസിയിൽ ഇരിക്കുമ്പം എല്ലാത്തിനും ഒരു കൺസ്ട്രെയിൻ്റ് ഉണ്ട്, അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ആ കൺസ്ട്രെയിൻറ്റിൻ്റെ ഉള്ളിൽ ഗവൺമെൻറ് പൂർണ്ണമായി അത് ഗവൺമെൻറ്റിന് പറ്റുന്ന രീതിയിൽ കിട്ടുന്ന നികുതി പണം നല്ല രീതിയിൽ ചിലവാക്കുക. ഓക്കെ, യാതൊരു ചോർച്ചയും ഇല്ലാതെ, അതിൽ ചോർച്ച ഉണ്ടെങ്കിൽ പോലും അത് മിനിമൈസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ചിലവാക്കുക. അപ്പം ഒരു രീതി ചെങ്ക് ചെയ്താൽ നമുക്കിപ്പോൾ ടെക്നോളജി ഇപ്പം വളരെ ഹെൽപ്ഫുള്ളാണ്. ഫോർ എക്സാമ്പിൾ, ഒരു 10 വർഷം മുമ്പേ നമ്മൾ ആരും ചിന്തിച്ചില്ല ഗവൺമെൻറ് ഒരാളുടെ കയ്യിൽ 1000 രൂപ കൊടുക്കണമെങ്കിൽ അന്നൊക്കെ ഒരു ബ്യൂറോക്രസി വഴിയേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു ഓഫീസിൽ പോകണം, ആ ഉദ്യോഗസ്ഥൻ നമുക്കൊരു 10,000 രൂപ അർഹതപ്പെട്ടതാണെങ്കിൽ 10,000 രൂപ നമുക്ക് ആ ഉദ്യോഗസ്ഥൻ കയ്യിൽ തരണം. അപ്പം നമുക്കറിയാം കയ്യിൽ തരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത്. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നുമല്ല, നേരിട്ട് നമ്മൾ അക്കൗണ്ടിൽ വരുന്നുണ്ട് പൈസ. അപ്പം ഒരു തിങ്ക് ചെയ്യുന്ന ടെക്നോളജി വഴി നമ്മൾ ഒരു ഗവേർണൻസ് ഇമ്പ്രൂവ് ചെയ്യുക. കാരണം ഒരു പരിധി വരെ നമുക്കൊരു നമ്മൾ ഹ്യൂമൻസിനെ വെച്ചിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഹ്യൂമൻസ് ആർ ഓൾവേസ് ഹ്യൂമൻ, അവർക്കൊരു നേച്ചറുണ്ട്, അവർ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ വരുമ്പം ഒരു രീതി പറഞ്ഞാൽ ടെക്നോളജി വഴി നമുക്ക് ഗവർണൻസ് ഇമ്പ്രൂവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനിവിടെ വായിച്ചു, നോർത്ത് ഈസ്റ്റിൽ ടീച്ചേഴ്സ് ആബ്സെൻറ്റിസം എന്ന് പറയുന്നത് വളരെ ഇഷ്യൂ ആണ്. കാരണം ഇപ്പോൾ കേരളത്തിനെ പോലെയുള്ള അവരാരും സ്കൂളിൽ ടീച്ചേഴ്സ് വരില്ല. ഓക്കെ, കുട്ടികൾ കാണും, ടീച്ചേഴ്സ് കാണില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? മൊബൈൽ ആപ്പ് വഴി അവർ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ സ്കൂളിൽ വന്നാൽ നിങ്ങൾ ഹാജരായെന്ന് പറഞ്ഞ് മൊബൈൽ ആപ്പിൽ നിങ്ങൾ ഫോട്ടോ അയക്കണം. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും മൂവ് ചെയ്താൽ നിങ്ങളെ ആപ്പ് കണ്ടുപിടിക്കും. ടെക്നോളജി ഉണ്ട്. സ്കൂളിൽ നിന്ന് എവിടെയെങ്കിലും പോയാൽ, അല്ലെങ്കിൽ അവിടെ പൊതുവെ നടക്കുന്നത് വെച്ചാൽ സ്കൂളിൽ വരും, ജസ്റ്റ് ഒപ്പിട്ടിട്ട് വീട്ടിൽ പോവും, വേറെ ബിസിനസ് ചെയ്യും. അപ്പോൾ എങ്ങനെ അവോയ്ഡ് ചെയ്യും? ഓക്കെ, നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളെ ട്രാക്ക് ചെയ്യും. അപ്പം ടെക്നോളജി വഴി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പം അതൊരു മാർഗ്ഗം എനിക്ക് തോന്നുള്ളൂ. കാരണം ഫ്യൂച്ചറിൽ ഇപ്പോൾ നമ്മളിപ്പം ഒരു കുറച്ചുകൂടെ ഗവർണൻസ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഓൺലി ത്രൂ ടെക്നോളജി കൂടുതൽ ചെയ്യാം. അപ്പം അതൊരു കാരണം. പിന്നെ നമുക്ക് കൂടുതൽ നമ്മളെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പം, ഫോർ എക്സാമ്പിൾ പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട് ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം അതിൽ ഒത്തിരി അഴിമതികളുണ്ടാകും. പക്ഷേ ഇന്ന് അത് കുറഞ്ഞിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. കാരണം നമുക്ക് സാറ്റലൈറ്റ് മാപ്പിംഗ് വഴി നമുക്ക് അതിൻ്റെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യാം. എനിക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ സ്കൂൾ ബിൽഡ് ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം സാറ്റലൈറ്റ് മാപ്പ് വഴി കാണിക്കാം അവിടെ സ്കൂളുണ്ടോ ഇല്ലയോ, ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ റോഡ് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ. അപ്പം അങ്ങനെ വരുമ്പം സാധാരണ ഒരു പൗരൻ്റെ നികുതി പണം പ്രോപ്പറായിട്ട് അവിടെ ചിലവാക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ടെക്നോളജി വഴി ഫ്യൂച്ചറിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഗവർണൻസ് ഇമ്പ്രൂവ് ചെയ്യും. എനിക്ക് ആ ഒരു മാർക്കേ കാണുന്നുള്ളൂ ഇന്ത്യയിൽ. മാത്രമല്ല ഡെവലപ്പിംഗ് കൺട്രി ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസും ഉണ്ട് നമുക്ക്. സാറ് പറഞ്ഞതുപോലെ 140 കോടി ജനങ്ങളെ തീറ്റിപ്പോറ്റണം. അപ്പം അതിൻ്റെ പാർട്ട് ആൻഡ് പാർസലായിട്ട് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്താൽ ഉത്തർപ്രദേശിലെ ജനസംഖ്യ മാത്രമേ ഉള്ളൂ അമേരിക്ക എന്ന് പറഞ്ഞ USA പോപ്പുലേഷൻ 40 ലക്ഷം കോടി അല്ലേ. ഉത്തർപ്രദേശിലെ പോപ്പുലേഷനാണ് ആസ് ഗുഡ് ആസ് USA പോപ്പുലേഷൻ. അതുകൊണ്ട് നമ്മുടെ പോപ്പുലേഷനാണ് ബിഗസ്റ്റ് ഇഷ്യൂ എൻ്റെ അകത്ത്.